ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊരു ഹൊറർ ഗെയിം ആണെന്നാണ് പറയുന്നത്. ഞാനൊരു ഹൊറർ സിനിമ പോലും കാണാത്ത ഒരു മനുഷ്യനാണ്. DSRA കണ്ടിട്ട് 2 ദിവസം സമാനമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. സോ എനിക്ക് പൊതുവേ ഹൊറർ ഇഷ്ടമല്ല. ഇന്ന് കാർത്തികേട്ടൻ പേടിച്ച് മുള്ളും. എടാ അപ്പോൾ പേടിയാവണ ഗെയിം തന്നെയല്ലേ? അപ്പോൾ എന്തൊരു പാടാ എന്തോ. ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ഈശ്വരാ പ്രേതമൊന്നും വരല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഞാൻ ഗെയിമിലേക്ക് കിടക്കുകയാണ്. ഗൈസ് ഇതാണ് കണ്ട ഒരു മാമൻ താടിയൊക്കെ വെച്ചിട്ടുള്ളൊരിത് മന്ത്രവാദിയാണെന്ന് തോന്നുന്നു. കഴുത്തിൽ രുദ്രാക്ഷ മാലയൊക്കെ ഉണ്ട്. മിഞ്ഞ് ഇല്ല, ഇങ്ങനെ ചെസ്റ്റൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്. പിന്നെ ഒരു പന്തം പിടിച്ചിരിക്കണ ഒരു അണ്ണൻ, ഇങ്ങനെ കട്ട മീശ, നമ്മുടെ ഇങ്ങനെ കണക്കുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ഏതോ ഒരു വകയിൽ ആരോ പോലെ ഇരിപ്പുണ്ട്. മുടിയൊക്കെ അതേണ്ടാണ് അതാണൊക്കെ തന്നെ. ഓക്കെ ഇത് തുടങ്ങണപ്പോൾ ഗൈസ്, ഞാൻ സ്വപ്നത്തിൽ പോലും ഹൊറർ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് പ്രേതങ്ങളെ ഇഷ്ടമല്ല, വൃത്തികെട്ട ജന്തുക്കളാണ്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇതിനകത്തോട്ട് ഇറങ്ങുകയാണ്. എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണം. എനിക്ക് ഹൊററാണ് ഗൈസ്. ഓക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, തുടങ്ങാം. 1783 കേരള. ഒരു ചുമന്ന കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം മലയാളം ആ നാടിന്റെ വിധി മാറി. അപ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിന്റെയും മരണത്തിന്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. ഏത് പോറ്റി? പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ലുവതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തന്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പോറ്റി കിടലാണല്ലോ. വൂഡു മാജിക്. പക്ഷെ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. ഇതാണ് ഗൈസ് ആ പാവ, മറ്റേ പോറ്റി ബന്ധിച്ച പാവ. പാവാനങ്ങി. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തു നിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തന്റെ ഇടം കണ്ടെത്തി. ശരീരം ഇപ്പോൾ അതിന്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിന്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. പിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും പിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. എന്റെ മോനെ ഹൈപ്പ് ബിൽഡപ്പ് കേട്ടാ. ഒരു ഉണ്ട വീണ് പോറ്റി അതിന്. ഇന്ന് വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1800 രൂപയ്ക്കാണ് വില രേഖപ്പെടുത്തിയത്. 10 ഗ്രാം സ്വർണത്തിന് 1800. കൊതിയാവണം കേട്ടിട്ട്. വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രക്കുറുപ്പ് ഇപ്പോഴും പിടിയിലായിട്ടില്ല. സംഭവത്തിന് ശേഷം സുരേന്ദ്രക്കുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അന്വേഷണ പത്രപ്രവർത്തകയായ ഇന്ദിര 30 വയസ്സ് കഴിഞ്ഞ 2 ആഴ്ചയായി കാണാതായിരിക്കുകയാണ്. അവസാനമായി കണ്ടത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. സംശയകരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരയെ കുറിച്ച് വിവരങ്ങളുള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ്. ഓക്കെ, എനിക്ക് വിവരം കിട്ടിയാൽ ഞാൻ ബന്ധപ്പെടാം. ഇന്ദിരി ഒരു വിസ്കിയുടെ പേരാണ് കേസ്. കണ്ണാണ് ഞാൻ ഗൾഫിൽ നിന്ന് വായിച്ചു കൊടുത്തത്. കപിൽ ദേവ് അല്ലേ കേസാ നിൽക്കുന്നത്? എന്താ ചരിഞ്ഞിരിക്കുന്നത്? ഇത് നമ്മളാണോ? ഞാൻ ആട്ടണല്ല, നമ്മൾ എഴുന്നേറ്റം തോന്നുന്നു ഉറക്കത്തുനിന്ന്. ഓക്കെ ഇതിപ്പോൾ ഞാൻ നോക്കണം കേട്ടോ ഗൈസ്. നമ്മളൊരു ക്രിക്കറ്റ് ഫാനാണെന്നാണ് തോന്നണത്. അതായത് സച്ചിനും 1983 ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇതാരടാ? ചാടാനൊക്കെ പറ്റും ഗൈസ് നമുക്ക്. സ്വിച്ച് ഇട്ടപ്പം ഫാന് കറങ്ങി. കൊള്ളാം, നല്ല സ്വിച്ച് അല്ലേ? ആക്ച്വലി ഈ ഗെയിമിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിക്കറ്റ് ബാറ്റ്. ക്രിക്കറ്റ് കളിക്കാം? ഇല്ല, കളിക്കണ്ടെന്ന്. മേശ ഇൻ്ററാക്റ്റാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഏതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം? എനിക്ക് ആദ്യം ചായ കുടിക്കണം. എവിടെയാ പട്ടി ചായ? രാവിലെ എഴുന്നേറ്റ് മൂഡ് ഓഫ് ആക്കി ഗൈസ്. റേഡിയോ കേൾക്കുന്നുണ്ട്. റേഡിയോ ഇട്ട് പാട്ട് കുടിക്കാം. 1984 ടൈംസ് ഓഫ് കേരള. ഇതാരടാ ഇത്? റൈസ് ഓഫ് മോളിവുഡ്സ് ന്യൂ യൂത്ത് ഐക്കൺ. ഇതാരടാ ഇത്? കൊച്ചി ഉണ്ടായിരടാ. ഇതെന്തൊരു സൗണ്ട് കേൾക്കണ? ഫാന് ഉണ്ടായി ഫാനേ.
ഫാനിൻ്റെ അല്ലേ? ആ ഓക്കെ, സൗണ്ട് വന്നു. സൗണ്ട് വീണ്ടും വന്നു. എന്തിനു വൃത്തിയായിട്ട സൗണ്ട്? നിൽക്ക്, ഇതിൻ്റെ അകത്ത് എന്തിനാ എഴുതിയേക്കണമെന്ന് വായിക്കണം ഗൈസ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെന്ത്? ആ ഓ, മെഴുകുതിരി. അത് കൊള്ളാം. അണതിരി ചുമല ലാമ്പ് അതൊന്നുമില്ല. ഓ ഗൈസ്, പ്രകൃതി സുന്ദരമാണ് എൻ്റെ ഗ്രാമം. ഭയങ്കര രസം കേട്ടോ ആ ഗ്രാമം കാണാൻ. കലണ്ടർ 1984 കേട്ടോ. അതായത് വേൾഡ് കപ്പ് കിട്ടി ഉടനെ. ഓക്കെ, ഈ അലമാര തുറക്കാൻ പറ്റുമോ? ഈ ഡ്രസ്സൊക്കെ ഇടണ്ടേ രാവിലെ എഴുന്നേറ്റ ഉടൻ? ഇടണ്ടല്ലേ എനിക്ക്. ഓക്കെ, ഹായ് കക്കൂസ്. എൻ്റെ ഇന്ത്യൻ ക്ലോസറ്റാണ് സുഹൃത്തുക്കളെ ആദ്യം എന്നെ ഗ്രീറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല ഗൈസ്, ഇതിൻ്റെ അകത്ത് വെള്ളമില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൈപ്പ്. ഓഹ്, എന്ത് സുഖമാണെന്നറിയാമോ ഗൈസ്, രാവിലെ എഴുന്നേറ്റ് ഈ കക്കൂസിൽ പോയിരിക്കുമ്പോൾ പൈപ്പ് തുറക്കുമോ? ഇല്ല ഗൈസ്, കറക്റ്റ് കേരളം. പക്ഷെ 1983 ടൈൽസ് ഇട്ട കക്കൂസ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടാ. ടൈം ട്രാവൽ ചെയ്ത് പോയ കക്കൂസാണെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഇത്രയും കിടിലം വീടുകളൊക്കെ ഉണ്ടായിരുന്ന. ഓക്കെ, ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങാം. അയ്യോ, അത് അടയ്ക്കട്ട്. തൂറിക്കഴിഞ്ഞാൽ നമ്മൾ കക്കൂസ് അടയ്ക്കണം എന്നാണ് എൻ്റെ വീട്ടുകാർ പഠിപ്പിച്ചേക്കുന്നത്. ഓക്കെ, തൂറിയില്ലെങ്കിലും അടച്ചേക്കാം. പുറത്തോട്ടിറങ്ങാം. അത് കുറ്റി എടുത്താലല്ലേ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. അമ്മ, ആരടാ അത്? ഇതെന്ത് രണ്ടുപേരും അങ്ങോട്ട് നോക്കണത്? ക്യാൻഡിഡ് ഫോട്ടോ അന്നത്തെ കാലത്താണ്. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു കേട്ടോ യെസ്. ഇതെൻ്റെ അമ്മുമ്മയാണെന്ന് തോന്നുന്നു. ഇതാണ് അതിന് മറ്റേ പ്രേതം കൊന്ന പെണ്ണുമ്പിള്ള. എവിടെയെങ്കിലും ചായ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുകയാണ്. ചായയില്ല, ഒരു തേങ്ങയില്ല. ഇതെന്തോന്ന് ഷോർട്ട് ഗ്ലാസ്സാ? ഇരിയടാ, ഇരുന്ന് നോക്കടാ. ഇരിക്കാൻ പറ്റൂലേ? ഇരിക്കണം എങ്ങനെയാണ്? ഇല്ല കേട്ടോ, ഇരിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു കേട്ടോ യെസ്. ഓക്കെ, ഇരിക്കണ്ട. പോട്ടത് ലാലേട്ടനായിരുന്നു ആ ന്യൂസ് പേപ്പറിൽ. പൊന്നേ ഗൈസ്, എന്നാ ആ ന്യൂസ് പേപ്പർ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ഇത് ലാലേട്ടനായിരുന്നല്ലേ? കൊച്ചി 1964. ന്യൂ വേവ് ഈസ് സ്വീപ്പിംഗ് ത്രൂ മലയാളം സിനിമ ആൻഡ് ഇറ്റ്സ് സെൻറ്റർ സ്റ്റാൻഡ്സ് ദ കരിസ്മാറ്റിക് യങ് ആക്ടർ മദൻ ലാൽ, whose recent performance have set theatres across Kerala bustling with excitement. After delivering a string of compelling roles earlier this year, മദൻ ലാൽ ഹാസ് ക്വിക്ക്ലി ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് ടോക്ഡ് അബൌട്ട് ഫേസസ്. സത്യമല്ലേ, അന്നത്തെ വാർത്തയൊക്കെ ഇങ്ങനെയായിരിക്കും. പുതിയൊരു താരോദയം. ദ 24-year-old ആക്ടർ ഈസ് ബീങ് ഹെയിൽഡ് ബൈ ക്രിട്ടിക്സ് ആസ് വൺസ് ഇൻ എ ജനറേഷൻ പെർഫോമർ. സത്യം, അത് സത്യം മാത്രം. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഹിസ് ലേറ്റസ്റ്റ് ഫിലിം എ ഗ്രിറ്റി ഫാമിലി ഡ്രാമ സെറ്റ് അഗെയിൻസ്റ്റ് എ ബാക്ക്ഡ്രോപ്പ് ഓഫ് കോസ്റ്റൽ കേരള ഓപ്പൺ ടു പാക്ക് ഹൗസസ് ലാസ്റ്റ് വീക്കെൻഡ്. ഫാൻസ് റിപ്പോർട്ടഡ് ലൈൻഡ് അപ്പ് ഫ്രം ഏർലി മോർണിംഗ് ഷോസ് ചിയറിംഗ് ആസ് മദൻലാൽ മെയ്ഡ് ഹിസ് ഫസ്റ്റ് അപ്പിയറൻസ് ഓൺ സ്ക്രീൻ. പൊളിയാട്ടായസ്. ഇതിനു വേണ്ടി ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കും ഞാൻ. അവിടെ ഇരുന്ന് കത്ത്. ഓക്കെ, ചായയില്ല. ചാര്, കസേര, താക്കോൽ. ആഡ് ടു ഇൻവെൻട്രി. ഇരിക്കട്ടെ. ചെടി. വെള്ളം ഒഴിക്കൂലേ പെണ്ണുമ്പിള്ള? എവിടാ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അതിന് വെള്ളം ഒഴിച്ചാണ്. ഒന്നുമില്ലേ? ഓക്കെ, അതിനൊരൊറ്റ സ്വിച്ചേ ഉള്ളൂ. ക്ലോക്ക്. ധാരടാ ഇത്? മലയാളം മനോരഞ്ജന. അതേത് പത്രം? അല്ല, അതേത് കലണ്ടർ? വിളക്ക് കത്തിക്കാം. ഭഗവാനെ കൃഷ്ണ, വിളക്ക് കത്തൂലേ ഗൈസ്? നല്ലൊരു വാഴയിലയും 2 പഴവും. ഇത് ചന്ദനമാണ്, കുങ്കുമം. ഭയങ്കര രസത്തിൽ ഡീറ്റെയിലിങ്. മുരുകൻ്റെ ഫോട്ടോ ചരിഞ്ഞിരിക്കുന്നു. ഭഗവാനെ മുരുക. ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം. എന്നെ പൂജ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വേണമായിരുന്നു. ഞാൻ ഇപ്പോൾ പൂജ ചെയ്തിന്. കുട എടുക്കാൻ പറ്റുമോ? ഇല്ല. ചെറിയ കുട അതുമില്ലേ? ഫോൺ. ഓക്കെ, ഇതെല്ലാം ആവട്ടെ. എന്തായാലും കൊള്ളാം കേട്ടോ ഗൈസ്. ഇത് ചെയ്തവന്മാർക്കൊരു വലിയ ഷൗട്ട് ഔട്ട്. കാരണം ഗൈസ് ഹാവ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. ഇത് നമ്മുടെ റൂമായിരുന്നേ. ഇതാരുടെ റൂമാണപ്പം? അടുക്കളയാണെന്ന് തോന്നുന്നു. ഇതെൻ്റെ ചായ ആയിരിക്കണേ ഈശ്വര. എടാ, ഈ വീട്ടിൽ എനിക്ക് ചായ തരാൻ ആരും ഇല്ലേടാ. എത്ര കഷ്ടമാണിത്. ഒരു തേയില പൊടിയാ, മിക്സിയാ. അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ മിക്സിയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഗൈസ്? കത്തി, കൊടുവാള് ഒക്കെ എന്തിനാണോ എന്തോ. ഞാൻ എല്ലാം കാണും ഗൈസ്. എനിക്കെല്ലാം കാണണമെന്നാണ് ആഗ്രഹം. ഇതിൽ ഡിസൈൻ ചെയ്തേക്കണ ഓരോ എലമെൻറ്റും ഞാൻ എടുത്ത് കാണും. ഇങ്ങനെ കളിച്ച് വരുമ്പോൾ 2 ദിവസം എടുക്കും. അത് വേറെ കാര്യം. പാത്രവും ചട്ടിയൊക്കെ പ്രാതം പറഞ്ഞതിന് മുന്നേ ഇതെല്ലാം നോക്കി വെക്കട്ടെ. കത്തി, ഫ്രിഡ്ജ്, തുറക്കാത്ത ഫ്രിഡ്ജ്. ആണ്ടിലൊരിക്കലെങ്കിലും നിങ്ങൾക്ക് ഈ സിങ്കൊന്ന് കഴുകിയിടായിരുന്നു കേട്ടോ. വേറെ റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. ബുക്സ് ഓൾ ഓവർ ദ ഫ്ലോർ. ഐ ഷുഡ് പുട്ട് ദം ബാക്ക്. പണിതാടാ. കണ്ടവൻ വരി എഴുതിയതിന് ഞാൻ ഇതെങ്ങനെ പിക്ക് ചെയ്യണേ? ഇതെങ്ങനെ ഗൈസ്? ലെഫ്റ്റ് ക്ലിക്ക്.
ഇതെവിടെ വയ്ക്കുന്നേ? ഓ പുല്ല് ഇശു, ഇതെവിടെ വയ്ക്കുന്നേ? ഇത് കൊള്ളാം കേട്ടാ. ആ ഛേ വെളിപ്പോ. വനവിസ്മയം. ആ വലിയ പുസ്തകങ്ങളോട് ബഹുമാനമൊന്നും ഇല്ലാത്ത ഏതൊരുത്തനാണ്, വലിച്ചെറിയണ കണ്ടില്ലേ? ഇവിടെ ആയിരിക്കും അതിരിക്കേണ്ടത്. തയ്യൽ മെഷീനൊക്കെ ഉണ്ടല്ലോ. മൈക്ക്. ഇടേ പോഡ്കാസ്റ്റൊക്കെ ചെയ്യോടേ. അവൾ എവിടെ? ഓ ഇത് മറ്റേ കാണാതായി പോയ വാർത്തയിൽ വന്ന പെണ്ണല്ലേ? കേരളത്തിൻ്റെ മാപ്പ്. ഇത്രയും വലിയ മാപ്പും വെച്ചിട്ട് ഈ വെണ്ട എങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കാൻ പോണം? കുറച്ചെങ്കിലും വിവരം ഉണ്ടാടാ കിഴങ്ങേ. ഇവിടെയാണോ ബുക്ക് വയ്ക്കേണ്ടത് ഇനി? ആ ഓ ഇതിൻ്റെ അകത്താണ് കേട്ടാ ഗൈസ്. ബുക്സ് ഹിയർ. വെറുതെ ആണോ? പോടാ. സോറി ബുക്കേ. ഇനി അത് ബുക്കോ ഗൈസ്. ഇത് ഡെവലപ്പ് ചെയ്ത് ആരാണെങ്കിലും അവർക്കൊരു വലിയ ഷൗട്ട് ഔട്ട് കേട്ടോ. മലയാളത്തിലൊക്കെ ഇങ്ങനെ ഗെയിം കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രോമാഞ്ച കഞ്ചിഫിക്കേഷൻ. ഇത് ഞാൻ വ്ളോഗിലും പറയണമായിരിക്കും, ഇങ്ങനെ ഒരു ഗെയിം ഞാൻ കളിച്ചെന്ന്. ഈ ഗെയിമുകാർക്ക് ഞാൻ ഫ്രീ പ്രൊമോഷൻ കൊടുക്കും. നമുക്കിത് എല്ലാ മലയാളികളെ കൊണ്ടും കളിപ്പിക്കാം. PC ഉള്ള. ആരാ വാതിൽ തട്ടിയല്ല? ആരാ അത്? എന്നിട്ടൊരു വൃത്തികെട്ട ട്യൂണ്. ഈ വാതിലാണ്. ഇത് മാത്രമേ ഇനി തുറക്കാവുള്ളൂ. ഇവിടെ ഒരു നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. എവിടെ? ഏത് വെണ്ടേ മണിയനടാ ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിട്ട് തന്നത്? ഓ എൻ്റെ ഭാര്യയുടെ കാണാതായത്. എന്നിട്ടാണാടാ നീ ചായ ഉണ്ടാന്ന് ചോദിച്ചോണ്ട് ഇവിടെ നിൽക്കണ കിഴങ്ങ് പിടിച്ചവനെ? പോയി തപ്പടാ അവളാ. ഷേ എട്ടാവളിയന്മാരെ കാര്യം. സൂം ആൻഡ് പാൻ. ഇതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതെടുത്ത് പോക്കറ്റിട്. തറ കളയല്ലേ കിഴങ്ങ്. ഗൈസ് ഞാൻ പറഞ്ഞില്ല, ഇവൻ വെറും ഒരു കിഴങ്ങനാണ് കേട്ടോ എൻ്റെ ക്യാരക്ടർ. അവൻ്റെ ഭാര്യ കളഞ്ഞു പോയിട്ട് അവൻ വീട്ടിൽ കക്കൂസും ചായ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ലൊക്കേഷൻ എങ്കിലും നീ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാ. ഇതെട്. ഇത് പോക്കറ്റിലെങ്കിലും ഇടറാ മാങ്ങാത്തലയാ. അവിടെ തന്നെ കിടക്കട്ടെ പോട്ടുപുല്ല്. ഞാൻ അവിടെ പോയി ഗൈസ്. തെക്കേടത്ത്. ഓ അങ്ങനെ നമ്മുടെ മുഖം റിവീലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ എൻ്റെ മോൻ എന്തൊരു ബ്യൂട്ടിഫുൾ വിഷ്വലാണ്. നമ്മൾ പഴയ ഒരു മോഡൽ ജീപ്പിൽ. ഓക്കെ എനിക്ക് തോന്നുന്നു ആ ലൊക്കേഷനിൽ എത്തിയേക്കാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ. എവിടെ? ഓ ഓ ഇനി മറ്റേ ഐലൻഡിലാണോ? മറ്റേ പോറ്റി മറ്റേ ഇതായ മറ്റേ നമുക്ക് മനസ്സിലായില്ലേ ആ ഐലൻഡിൽ? ഗണപതിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ജീപ്പിനകത്ത്. എന്തൊരു നോക്കണം ഗൈസ്. ഭാര്യയെ കാണാതായിട്ട് ഇത്രയും സ്ലോ മോഷൻ കളിക്കുന്ന ഒരു അലവലാതിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് അവനൊരു വെപ്രാളമെങ്കിലും വേണ്ടേ? മാസം പിടിച്ചിരിക്കുകയാണ് കിഴങ്ങ. ഓക്കെ എന്ത് രസം ഗൈസ് കാണാം. ഇത് ഇവിടെ പാലക്കാടാ, കേരള. ഇതെവിടെ? ഇത് തേക്കടിയാ? വെള്ളത്തിൽ കയറണമായിരിക്കും നമ്മൾ. വെള്ളത്തിൽ കയറി കേട്ടോ നമ്മൾ. എൻ്റെ മോനെ ഗൈസ് എനിക്ക് വെള്ളം തുഴയാൻ ഇഷ്ടമാണ്. ഇപ്പോൾ 2 കയ്യിലും ഓരോ തുഴ വെച്ച് തുഴയണം. ഇപ്പം ആരടാ? മറ്റേ റോബോട്ടാണ് കേട്ടോ, റോബോട്ട്. നമ്മൾ ഒരു ഐലൻഡിലോട്ട് അടുക്കുകയാണ്. അവിടെ ഒരു ഇതുണ്ട്, ഇതിൻ്റെ പേരും മറന്നുപോയല്ല. കാക്കകൾ പറക്കുന്നു. വൈകുന്നേരമാണ്, അല്ലാതെ ഡോണാണ്, ഏർലി മോർണിംഗ് ആണ്. വൈകുന്നേരം ആയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വീട്ടിൽ ചായ ഇട്ടിട്ടില്ല. അപ്പോൾ വൈകുന്നേരം തന്നെ മഴ. അയ്യോ ഇത് ഭംഗി ഗൈസ്. മഴയൊക്കെ എൻ്റെ മോനെ ഇവിടെ തിന്നാൻ തോന്നണം എനിക്ക് ഇവിടെ പിടിച്ചത് ഗൈസ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് വീട് വാങ്ങിച്ചു തന്നാൽ നിങ്ങൾ താമസിക്കുമോ? സൺസെറ്റൊക്കെ കണ്ടു. അയ്യോ ഭാര്യ കാണാനില്ല. പോവാ. സെറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. റൺ. അതെങ്ങനെ റണ്ണെന്നും പറഞ്ഞിട്ട് ഇത് റണ്ണല്ലോ. ഡയറി അപ്ഡേറ്റഡ്. ടാപ്പ് ടു ചെക്ക്. എൻ്റെ ഡയറി. ഭാര്യ കാണാതാകുമ്പോൾ തന്നെ ഡയറി വായിക്കാം. സൂം പാൻ സ്വിച്ച് ക്ലോസ്. ഓക്കെ നല്ല കൊത്തുപണികളൊന്നും ഇല്ലാത്ത വൃത്തികെട്ട വെട്ടുകല്ല്. ഇവന് പേടിയുണ്ട് കേട്ടോ. അതാണ് ഇവ എന്നെ കണക്ക് പതുക്കെ നടക്കണം. റൈറ്റ് പോണോ ലെഫ്റ്റ് പോണോ?
എൻ്റെ ഒരു ഇൻസ്റ്റിങ്സ് വെച്ച് നമുക്ക് റൈറ്റ് പോവാം. ശരിക്കും എൻ്റെ ഇൻസ്റ്റിങ്സ് ലെഫ്റ്റ് പോകണമെന്നായിരുന്നു കേസ്, പക്ഷേ ഞാൻ റൈറ്റ് എടുത്ത്. ഇവിടെ ഒരു വലിയ വീട്ടിലോട്ടല്ല കേട്ടോ, ഞാൻ ആദ്യം ഈ കുഞ്ഞു വീട്ടിലോട്ടാണ് പോണത്. ആദ്യം നമുക്ക് ചിന്ന വീട് സെറ്റപ്പിൽ എന്തെങ്കിലും നോക്കാം. എടാ ഇത്തി ഒന്ന് പതുക്കെ സ്പീഡിൽ നടയടാ. എന്തരടാ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് ഞാൻ നടന്നത്. അവൻ പതുക്കെ നടന്നിട്ട് എന്നെ കിതയ്ക്കണ് കിഴങ്ങായി. ജിമ്മിലും പോവൂല. കഥവ് ഗോബ്ലിനോ? എന്ത് ഗോബ്ലിൻ? ചാത്തൻ. ഓ ഗൈസ്, ചാത്തൻ്റെ നടയാണ് കേട്ടാ ഇത്. ചാത്തൻ്റെ നടയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ എന്തോ കിടക്കണം. നീ വന്നുവല്ലോ. കണ്ടാ ഗൈസ്, കറക്റ്റായിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചേട്ടാ. നീ വന്നുവല്ലോ. മുമ്പ് ഒരാൾ ഇവിടെ എത്തിയിരുന്നു. അവൾ സത്യം തേടി. അവൾ ഇവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ തിരിച്ചു തരാ പട്ടി. എൻ്റെ ഭാര്യയാണത്. എൻ്റെ ഒക്കെ പേപ്പറും എഴുതിക്കൊണ്ട് വന്നോളം പന. നീ വന്നുവല്ലോ. പേപ്പറും എഴുതിയിട്ടിട്ട് പോയേക്കാണ് കിഴങ്ങ. അതന്നെ നടയിൽ. നീ അടുത്ത് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാടാ. ടക് 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 ടക്. ഇവനാണെങ്കിൽ ഒരു കാലത്തും ഇല്ലാത്ത കിതപ്പ്. വെറുതെ അല്ല പെണ്ണ് കളഞ്ഞിട്ട് പോയത്. 2 സെക്കൻഡ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഓ പെട്ടെന്ന് എത്തിയൊന്നും നടയടാ കിഴങ്ങേശ്വര. ഭാര്യയെ കാണാതായിട്ട് അവൻ്റെ സ്ലോ മോഷൻ. ഗൈസ്, കൊലച്ച വാഴ മുറിഞ്ഞുകൊണ്ട് പോയായിരുന്നു. തിരിച്ചു വരുമ്പോഴാവട്ടെ. സ്പീഡ് കൂടി ഗൈസ്. എൻ്റെ കരിയറിൽ ഞാൻ ഇത്രയും സ്റ്റാമിന കുറഞ്ഞ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. എറുമ്പുകൾക്ക് പോലും ഉണ്ട് അവനെക്കാട്ടിയും സ്റ്റാമിന. ഒന്ന് പെട്ടെന്ന് പോകൂ കിഴങ്ങേ. എന്താണോ ഏതോ ക്ഷയിച്ച ഇല്ലോണ് കേട്ടാ. ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി ഇവിടെയാണ് ഇരിക്കേണ്ടിയിരുന്ന ഗൈസ്. മമ്മൂട്ടി ഇല്ല. മമ്മൂട്ടിക്ക് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് അവർക്ക് ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. ജനൽ നോക്കാം ആദ്യം. അവിടെ ഒന്നുമില്ല. ഹലോ, ഈസ് എനിവൺ ദേർ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഡയറി അപ്ഡേറ്റഡ്. ഇപ്പം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണ് അവർ ഡയറി എഴുതുന്നത് കേട്ടാ. ഫൈൻഡ് എ വേ ടു ഗെറ്റ് ഇൻസൈഡ്. അയ്യോ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സ്വിച്ച്. എടാ ഇത് തുറയടാ എത്തി. അവൻ ഡയറി ഗൈസ് ഇവ ഒരു വെറും കിഴങ്ങനാണ് കേട്ടാ. സ്വിച്ച്, സൂമ്, പാന് ഇങ്ങനെ ആക്കി കളിക്കാത്. പോയണം അങ്ങോട്ട്. ഇതെന്തരുത്? പാല് കൊണ്ടുവന്ന പാത്രമാണെന്ന് കേട്ടാ. എന്തായാലും പാല് കൊള്ളൂലായിരുന്നു തോന്നുന്നു. എടുത്ത് പുറത്ത് കളഞ്ഞില്ലേ. ജനലില്ലാതെ എങ്ങനെ ഇത് ഇവിടെ അതെങ്ങനെ ഇവിടെ വന്ന? ആരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. 18 തികയാത്ത പാൽക്കാരൻ പയ്യൻ്റെ പാൽപാത്രമായിരിക്കും അത്. ഇതെന്തരുത് ഗൈസ്? ഇതെന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നല്ലേ നിങ്ങൾക്ക്? ഇവിടെ നിന്ന് നടുക്കുന്ന ഒരു ചുവന്ന മാർക്കും ഇങ്ങനെ മറ്റേ ശിഖരങ്ങളും വിറക്, തേങ്ങ, കൊതുമ്പും ചുട്ടുമൊക്കെ കിടക്കണം. യക്ഷി വരെയാണെങ്കിൽ ഈ തടിയെടുത്ത് അടിക്കായിരുന്നു. പക്ഷെ തടിയെടുക്കാൻ പറ്റുന്നില്ല. തേങ്ങയെങ്കിലും അറിയാം. എവിടെ ഒന്നുമില്ല ഗൈസ്. അവിടെ ഇത് കഷ്ടമാണെന്ന് നോക്കണേ. എടാ കയറാൻ പറ്റൂലേ പിന്നെ എന്തിനാ ഇവിടെ ഏണി വെച്ചേക്കണത്? അയ്യേടാ നിനക്കൊക്കെ. പക്ഷെ എനിക്ക് ആകെപ്പാടതിനകത്ത് ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര സ്ലോ മോഷനാണ് വന്നത്. ഒരു പ്രേതം വന്നാൽ ഇവ എങ്ങനെയാണ് ഓടാൻ പോണത്? കേസ് കണ്ടാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തോ ഒരു പാകപ്പഴമുണ്ട്. ഏതോ ക്ഷയിച്ച ഇല്ലോണ് കേട്ടോ. മറ്റേ പോറ്റിയെ തട്ടിയത് ഇവിടെ വെച്ചല്ലേ. ഇതുകൊണ്ട് തട്ടി നോക്കാം. ആരെങ്കിലും ഉണ്ടോ? വിളിച്ച് നോക്കാം. ഒന്നും കാണാനില്ല. ആളവണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നാണോ പാർക്ക് ചെയ്യുന്നത്? ചേച്ചി പാമ്പ് വല്ലതും ഉണ്ടാടേ. അങ്ങനെ വൃത്തികെട്ട സൗണ്ട്. ഒരു അറ്റവും പറ്റവും കയറാനും പറ്റൂല, പോകാനും പറ്റൂല. എൻ്റെ ബലമായ വിശ്വാസം മറ്റേ ഏണി കൂടെ നമുക്ക് കയറാൻ പറ്റണം. കാരണം വേറെ വഴിയൊന്നും കാണാനില്ല ഇവിടെ. അല്ലെങ്കിൽ പാൽപാത്രം എടുത്ത് ചുമരി എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ആ പൊത്തൽ വഴി നമ്മൾ കയറണം. ഇതാണെങ്കിൽ പൊങ്ങണതുമില്ല. കുഴപ്പമില്ല. അവൻ നടന്നങ്ങ് എത്തുമ്പോൾ 2 to 3 ബിസിനസ് ഡേയ്സ് ആവും. അതാണ് ഒരു കുഴപ്പം. ഹലോ മിസ്റ്റർ കിഴങ്ങേശ്വരൻ, കൊഞ്ചം സ്പീഡിൽ പോകുമോ? എടാ സോമ അമ്മച്ചേ
ഗൈസ് ക്ലിങ്ങൂന്നൊരു സൗണ്ട് കേട്ടാ. 5 മണിക്കൂറാ ഒരു വീഴ്ചയ്ക്കാ. ഗൈസ് എൻ്റെ ബോധം കെട്ട്. ഗൈസ് ആരാ എൻ്റെ തലക്കടിച്ച് വീഴ്ത്തി ചേട്ടാ. ആണുങ്ങളെ കണക്ക് നേർക്ക് നേരെ നിന്ന് പോരാടാൻ കഴിവും ധൈര്യവും ഇല്ലാത്ത ഏതോ ഒരു കിഴങ്ങ്. ഗൈസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടായി ചേട്ടാ. എനിക്ക് ഇരുട്ട് ഇഷ്ടമല്ല. ഒന്നും കണ്ടുകൂടറാ ഇവിടെ. പന്തം എടുക്കാം. എടുത്തില്ലേ എവിടെ പന്ത് അണച്ചാ ഞാൻ, അല്ലെങ്കിലേ കാണാൻ വയ്യ. ഉള്ള പന്തം കൂടെ അടച്ച് കളഞ്ഞേക്കണ്. അയ്യോ കൈസിനി ആ പന്ത് എവിടെയെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എൻ്റെ ആറ്റുകാലമ്മച്ചി എന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാടിലൂടെ ഇതെടുക്കാൻ പറ്റുമോ? അയ്യോ ശേ, മര്യാദയ്ക്ക് കത്തിക്കൊണ്ടിരുന്ന പന്തമാണ് അണക്കേണ്ട. എന്തിൻ്റെ കേടായിരുന്നു എനിക്ക്? ലൈറ്റർ, സിമ്പിൾ ടൂൾ യൂസ് ടു ക്രിയേറ്റ് സ്മോൾ ഫ്ലെയിം. അല്ലാതെ പൊങ്കാല ഇടാനായിട്ടുള്ള കലമല്ലാന്ന് എനിക്കറിയായിരുന്നു. അത് ലൈറ്റിംഗ് ലാംപ്സ് കാൻഡിൽസ്. ഓക്കെ. അയ്യോ അത് കൈ വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ടേക്ക് ലൈറ്റർ ആഡഡ് ടു എക്യുപ്മെൻറ്റ്. അയ്യോ ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ. നിനക്ക് ഈ വീട് അന്യമായിരിക്കും, പക്ഷേ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. അപ്പോൾ ഇവ എന്തോ ഇവിടെ ഉടായി പൊപ്പിച്ചിട്ടുണ്ട് ഗൈസ് പണ്ട്. ഒന്നുകൂടെ വായിക്കാം. നിനക്ക് ഈ വീട് അന്യമായിരിക്കും, ഓക്കെ, പക്ഷേ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. മറക്കണ്ട, ഓർത്തോണ്ടിരുന്നോ. പക്ഷെ എന്നെ എന്തിനു നിന്റെ അകത്ത് കൊണ്ട് കയറ്റി? എന്റെ പെണ്ണുമ്പിള്ള എവിടെയാടാ? പന്തവും കൊണ്ട് കളഞ്ഞ് എനിക്കൊന്ന് കണ്ടൂടേ എൻ്റെ പൊന്നമ്മച്ചി. ഗൈസ് എനിക്ക് പനങ്ങാനും പറ്റണില്ലേ? ശേ ഗൈസ് ഞാൻ സ്റ്റക്കായി. അതെന്തുകൊണ്ട്? ഓ വെറുതെ ആണോ ഗൈസ്? ഇവിടെ ഒരു പന്തോണ്ടാണ്. ഇതൊക്കെ ഇടറാ, കയ്യിലെടുക്കാനും പറ്റൂല. ഇതെല്ലാം അണക്കണോ ഞാൻ ഇനി? അതെന്തരത്? എല്ലാം അണച്ചു നോക്കണ്ട. അയ്യോ ഒരൊറ്റ മെഴുകുതിരി. ചത്തില്ല. അയ്യോ ഞാൻ എന്തൊരു കാണിക്കണ. ഓ സുഹൃത്തുക്കളെ, കുറ്റാക്കുറ്റിരുട്ട്. അതെങ്കിലും ഈനാമ്പേച്ച മരപ്പെട്ടിയ വന്നാൽ പോലും എനിക്കറിയാൻ പറ്റൂല. ഇതും കൂടെ അടച്ചു കളഞ്ഞ തഥാസ്തു. എന്നെ ആരെങ്കിലും സഹായിക്കണേ. ഈ കാട്ടുമാറാണ്ടി സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. അയ്യോ ഗൈസ് ഇവിടെ എങ്ങാണ്ടല്ലായിരുന്നു മറ്റേ ലൈറ്റർ ഇരുന്നത്. ഉള്ള മെഴുകുതിരി അണച്ചിട്ട് അന്ധകാരത്തിൽ കിടന്ന് കറങ്ങുകയാണ് പാട്ടി. 5 പൈസയുടെ വിവരം ഉണ്ടാടാ. ഓക്കെ ഇവിടെ വന്നു. ഇവിടെയാണ് മറ്റേ. ഷോ ഗൈസ് എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? ഗൈസ് റീസ്റ്റാർട്ട് ബ്രോ എന്നൊക്കെ എന്തിനാണത്? ലോഡ് ഗെയിം ലോഡ്. ഛേ ഗൈസ് ഞാനല്ലാതെ ആരെങ്കിലും ഈ ഇത് അണച്ച് കളയോ? ഉള്ള മെഴുകുതിരി അണച്ച് കളഞ്ഞിട്ട്. ഓക്കെ ഇപ്പം എനിക്ക് ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകും ഗൈസ്. നേരെ പോവുക, ഏണി കയറുക. പോതടി ഇപ്പം എൻ്റെ തലയ്ക്ക് അടി കിട്ടും. അടി കിട്ടാൻ കയറുകയാണ്. ഓ അമ്മച്ചേ വീടേ. വല്ലാത്ത അവസ്ഥ തന്നെ ഗൈസ്. ഇടയ്ക്ക് ചാറ്റ് നോക്കുന്നത് നന്നായിരിക്കുമെന്ന്. അഴിച്ചാടാ. ഓക്കെ നേരത്തെ കത്തിക്കൊണ്ടിരുന്ന ഒരു പന്തം ഞാൻ ഒരാവശ്യമില്ലാതെ ചെന്ന് അണച്ചു കൊടുത്ത്. ഇനി അണയല്ലേ. ടോർച്ച് ഡസൻ നീഡ് ന്യൂ ടോർച്ച് ഓയിൽ യെറ്റ്. അതിന് ഞാൻ എവിടെ ഓയിൽ ഒഴിച്ച്? ചേടാ ഇവിടെ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. ലൈറ്റർ കയറ്റിക്കോ. ഈ എക്യുപ്മെൻറ്റ് നമ്മൾ എങ്ങനെ എടുക്കും? എപ്പോൾ വന്നാലും ഫൈൻഡ് ഗെറ്റ് ഇൻസൈഡ് ആയി ഞാൻ. ഗൈസ് ഈ എക്യുപ്മെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് എടുക്കണത്? ഷിഫ്റ്റാണോ? അല്ല ചുമ്മാ കിതക്കല്ലേടാ എന്നെ കൂടെ പേടിക്കാനായിട്ട്. എന്നെ മറന്നിട്ടില്ല, മനസ്സിലായി. കൺട്രോൾ ക്രൗച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഇടയിൽ കൂടെ പോയി എനിക്ക് ഇപ്പുറത്തൂടെ പോയാൽ പോരെ. എന്തിനാടാ ക്രൗച്ച് ചെയ്യിച്ച എന്നെ കൊണ്ട്? ഷീറ്റൊക്കെ മാറ്റിയാ? എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട കാട്ടുമാറാണ്ടി ബിൽഡിങ്ങിലും കൊണ്ട് കയറ്റി. ഇത് എടുക്കാൻ പറ്റുമോ? എന്നാൽ ഇത് കൊണ്ടുപോകായിരുന്നു നമുക്ക്. ടോർച്ച് ഡസൻ നീഡ് ന്യൂ ടോർച്ച് ഓയിലേറ്റ്. ഓടാം മറ്റവനെ. കൺട്രോൾ കുനിഞ്ഞിരുന്നൊക്കെ തുറക്കാൻ പറ്റുള്ള. തുറക്കൂല പട്ടി.
ഇവിടെ എന്തുണ്ടാക്കാനാണ് വാതിലുണ്ടാക്കി വെച്ചേക്കണത്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ അവന്മാർ കൺട്രോൾ ഞെക്കാൻ പറയൂലല്ലോ, എന്തെങ്കിലും കാണും. ഇതെന്താണിത്? ഈശ്വര, വല്ല കള്ളുവാണെങ്കിൽ കുടിച്ചിട്ടെങ്കിലും നടക്കാമായിരുന്നു. ഇത്രയും വലിയ കൊട്ടാരമായിട്ട് ഇവിടെ എന്തരാണത്? ഒന്നുമില്ലേ, വെറുതെ ലൈറ്റ് എത്തിച്ച് വെച്ചേക്കണം പട്ടി. അതെനിക്ക് മനസ്സിലായി, ഞാൻ കൺട്രോളാണ് ഞെക്കിയേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാനെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിന് തീടണോ? ഇതെടുത്ത് പൊക്കണോ? വേണ്ടേ? ഓഫ്, എൻ്റെ പൊന്നമ്മച്ചിയെ, ഇതെന്തൊരു ക്രൗച്ച്. അയ്യോ, ഞാൻ പെട്ടിക്കുള്ളിക്ക്. ഗൈസ്, എനിക്കിപ്പോൾ അറിയാൻ പോലും പറ്റണില്ല ഞാൻ എവിടെയാണെന്ന്. ഈശ്വര, അതെന്റെ ഭാര്യ ആയിരിക്കണേ. പിന്നെ നിന്റെ അച്ഛൻ പരിപാടി എന്റെ ഭാര്യ തേടി. അയ്യോ, എനിക്ക് വേണ്ട ഗൈസ്, നമുക്ക് ഈ ഗെയിം നിർത്തിയാല. കളിച്ചു പോയി. തിരിച്ചു പോയാ പന്ത് എടുത്തോണ്ട് വരട്ടാ. യക്ഷിയുടെ ഉച്ചിയിലടിക്കായിരുന്നു. ഒന്നും കാണാനും വയ്യ. കഴിച്ചോടാ ഈശ്വര. ഇവിടെ എങ്ങാനും രണ്ട് അറ്റ്ലീസ്റ്റ് ഒരു കുപ്പി വാറ്റെങ്കിലും വെച്ചുകൂടെ ആർക്കെങ്കിലും? എൻ്റെ ക്യാരക്ടറിന് ടെൻഷൻ ആവുന്നു. ഇതെന്തരുത്? അയ്യോ, ഇതെട് എടാ, ഇത് എറാ. യക്ഷി വരാണെ മുഖത്തടിക്കാം. ഇതെട്. ഞാൻ ടോർച്ച് ഓയിൽ കച്ചവടക്കാരനല്ല. ടോർച്ച് ടേക്ക്. എടാ, ഈ എടുത്ത എക്യുപ്മെന്റ് ഒക്കെ ഞാൻ എങ്ങനെ കാണും? ടീ ഓ, ഇനി വാടി യക്ഷി. നിന്റെ ഉച്ച കത്തിച്ച് വിടും ഞാൻ. ഇനി നിന്ന് കത്തണം. തീട് ഇതിനൊന്നും തീ കത്തിക്കാൻ പറ്റൂലേ കൈസി? വീട് മൊത്തം തീയിട്ട പിന്നെ നമ്മൾ യക്ഷിയെ പേടിക്കണ്ടല്ലോ. അത്രയ്ക്ക് വിവരമൊന്നും ഇവനില്ല. വാറ്റുണ്ടോ കൈസി? ഇതിൻ്റെ അകത്തൊക്കെ വാറ്റായിരിക്കട്ടെ, നമ്മൾ പറയണ കണക്കല്ല. ഓ, ഈ പൊത്തലൂടെയാണ് നമ്മൾ വന്ന കേട്ടാ ഗൈസ്. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ വീണ്ടും കയറി. ഇത് കയറി ചെല്ലുമ്പോൾ തലക്കടിച്ച് വീഴ്ത്താനല്ലേ? കയറി നോക്കാല്ലേ? ഓക്കെ. എടാ, ടോർച്ചറാ. there is no key in inventory. അപ്പം ഇനി കീ കണ്ടുപിടിക്കണോ? താഴോട്ടിറങ്ങാം. ഈ പ്രേതാലയത്തിനും കീ. ടോർച്ചെട്, പോയി കീ തപ്പടാ. ഇത് കീ ആണോ? കീ ടോർച്ച് ഓയിൽ. അതെടുത്ത് വെച്ചോ. തിരിച്ച് എടുത്ത് വെച്ചോ, ഉപയോഗം വരും. ഓടാലി. എടാ, ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ സമ്മതിക്കരുത് കേട്ടാ. എനിക്ക് യക്ഷിയെ വെട്ടാനുള്ളതാണ്. കാളവണ്ടിയാ. താക്കോൽ എവിടെയാടാ? എനിക്ക് തോന്നുന്നു ഈ യക്ഷിയുടെ അച്ഛൻ ഞാൻ പറഞ്ഞ കണക്ക് ഭരണിയിൽ കഷായം വാറ്റിക്കൊണ്ടിരുന്ന ആരോ ആണ്. എവിടെ നോക്കിയാലും ഭരണി. ഇത് രാത്രി യക്ഷി മൂടിക്കിടക്കുന്ന ഷീറ്റാണെന്ന് തോന്നുന്നു. ലിവൈസിന്റെ ജീൻസാ. താക്കോല് തരൂ ഉണ്ണി. മേശ. ഗൈസ്, എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ വന്ന പൊത്തലിലൂടെ പോകണമെന്ന് തോന്നുന്നു കേട്ടാ. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വേണം. ഇതെന്തരുത്? ചിതാഭസ്മം. തുറ. ഒരു കഥവെങ്കിലും തുറയടാ ഗൈസ്. നേരത്തെ വന്ന പൊത്തൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ മറന്നുപോയി. എനിക്ക് ഇങ്ങനത്തെ ഗെയിമുകളുണ്ടല്ലോ, പണ്ടേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇവിടെ കാണുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോവാണ് ഗൈസ്. ഓ, മനസ്സിലായി, മറന്നിട്ടില്ല എന്ന്. എടാ, ഇവിടെ ഒന്നും താക്കോലില്ല. പിന്നെ എവിടെയാ ഇവൻ താക്കോൽ കൊണ്ട് വെച്ചേക്കണത്? ഇതൊരു തേപ്പടേ നീയൊക്കെ. രക്ഷയുണ്ട്. ഇവിടെ വേറൊരു വാതിൽ. ഓ മൈ ഗോഡ്, ഞാൻ വാതിലുള്ളിൽ കയറിയിരിക്കുന്നു. താക്കോല് കിട്ടി ഗൈസ്. ഈ യക്ഷി ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ യക്ഷി മലപ്പുറം കാര്യമാണെന്ന് തോന്നുന്നു. കണ്ട, ഫുട്ബോളാണ് കിടക്കുന്നു. ഫുട്ബോൾ തന്നെ ഇടയത്. എവൻ്റെങ്കിലും ബ്ലാഡർ ഊരി സ്റ്റിച്ച് ചെയ്ത് ബോളാക്കിയതായിരിക്കും. യക്ഷിയല്ലേ? ഇതെന്തൊരു തലവേദനക്കുള്ള ഗുളിയാണോ? എന്നാൽ ഞാൻ എടുത്തോളാം. മെഴുകുതിരി. തുറക്കൂല. വീണ്ടും ക്രൗച്ച് ചെയ്ത് ഫുട്ബോൾ കളിച്ചോട്ട് പോവാ. പിന്നെ പോയാ ഫുട്ബോൾ അവിടെ.
എൻ്റെ ഫുട്ബോൾ എവിടെയാടാ? ആ അഡിഷ്. ഛേ, ഇന്നും ഇല്ലാത്ത ബോള്. പോവാം. ഇവിടെ എവിടെ ആയിരുന്നല്ലോ മറ്റേ പൊത്തല് പോവാനുള്ള. അതാണ്ട് നടക്കും. ഇന്ദ്രനീലിമയോളം ഈ മിഴിപ്പൊയ്കകളിൽ എങ്ങനെ നിൻമുഖം മെയ് കൂപ്പി നിന്നു. ഇന്ദ്രനീലിമയോളം നീർമിഴിപ്പൊയ്കകളിൽ എങ്ങനെ നിൻമുഖം മെയ് കൂപ്പി നിന്നു. ഇന്നൊരു പ്രപഞ്ചത്തിൻ ഓക്കെ കേറാം. ഒരു താക്കോലെടുക്കുക. എന്തൊക്കെ കേറടാ. ആ ഒരു ടോർച്ച് കത്തിക്ക്. ലൈറ്റ് ഇല്ലാതെ ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കാൻ പാടില്ല. ആ പിന്നെ അല്ല. ഓ ഗൈസ്, ഇതാരാ കൈകൊണ്ട് മാന്തിയ പാടാണ് കേട്ടോ. ഇതൊക്കെ പായല്. അങ്ങോട്ട് പോട്ടെ, നമുക്ക് താഴെ പോയ ഫുട്ബോളും കളിച്ചിരുന്നാലേ. പേടിപ്പിക്കല്ലേ പെണ്ണുമ്പിള്ളേ. രാത്രി പോയി കിടന്നുറങ്ങാനുള്ളതാണേ. ഇത് കത്തിക്കൂല. ഇതെവിടെയാടാ ഇത്? നമ്മൾ ബാൽക്കണിയിലെത്തിയാ? ഇതെന്തൊരു മമ്പട്ടിയാ? ഇതെന്തരുത്? ഗെയിം സേവ്ഡ്. ഓ താങ്ക് യു. അപ്പോൾ ഈ ലിവർ മൺവെട്ടി കണക്കിരിക്കുന്ന ലിവർ പിടിച്ചു കഴിഞ്ഞാൽ ഗെയിം സേവ് ആവും. യക്ഷി പോയെന്ന് തോന്നുന്നു ഗൈസ്. യക്ഷി ഞാൻ കോമഡി പറഞ്ഞ് ഓട്ടിച്ചെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഒന്നും കാണാനും ഇല്ല. മരണം ഉണ്ടെങ്കിൽ വന്നാണ് പെണ്ണുമ്പിള്ളേ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഒരു ആവേശത്തിന്. ഇത് സേവ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച ഗ്യാപ്പാണെന്ന് തോന്നുന്നു കേട്ടാ. സേവ് ചെയ്യാനാണോടാ കിഴങ്ങ ഇത്രയും ദൂരം നീ വന്നത്? ജനലിലൂടെ നോക്കാം. നിലാവ്. ഓ ഗൈസ്, നല്ല നിലാവ് വെളിച്ചം. പക്ഷെ ഒന്നും കണ്ടുകൂടാ കേട്ടോ. വീണ്ടും വാതൽ. അമ്മ ഗൈസ്, എന്തിനാ നമ്മളിവിടെ കയറിയ? സേവ് ചെയ്യാൻ വേണ്ടി മാത്രമോ? എടാ എന്തെങ്കിലുമൊക്കെ താടാ ഇവിടെ നിന്ന്. ഇത് പിടിച്ച് തിരിച്ചാൽ എന്തൊരു സംഭവിക്കും? ഗെയിം അൺസേവ് ആകുമോ? എനിക്ക് തോന്നുന്നേ ഗൈസ്, ഈ ലിവർ പിടിച്ചപ്പോഴത്തേക്കും താഴെയുള്ള ഏതെങ്കിലും വാതിലും എല്ലാം തുറന്നു കാണും. വാ താഴോട്ട് പോവാം. അമ്മ തീട് തുറക്കാൻ അറിയാം പട്ടി. ഞാൻ ഇവിടെ താമസിച്ചവരുണ്ടല്ലോ. ടോർച്ച് നീഡ്സ് റീഫിൽ. അതെങ്ങനെ റീഫിൽ ചെയ്യും? 6 റീഫിൽ? എവിടെ ടോർച്ച്? ആ ഓക്കെ. അടുത്ത മണ്ണെണ്ണ തീരുന്നതിന് മുന്നേ ഗൈസിന് തുറക്കാൻ വല്ല കഥവും ബാക്കിയുണ്ടാ? വയ്യ നടന്ന് ചങ്ങല. ഗൈസ്, യക്ഷിയുടെ അച്ഛൻ്റെ ചിതാഭസ്മം. ഓഫ്, അങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ തളർന്ന് ഗൈസ്. ഒന്നുമില്ലടാ എവിടെയൊന്നും. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തു പാടി എരപ്പേ. കിടക്കാം. യക്ഷിയുടെ കട്ടിലാണ്, മുള്ളി വെക്കാം. ഗൈസ് ഒന്നുമില്ല ഗൈസ് ഇവിടെ ഒന്നും. ഞാൻ ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ്. ഇതൊക്കെ തുറക്കുമോ? ഓഹോ ആയിക്കോട്ടെ, മറന്നിട്ടില്ല. വാറ്റുപോലുമില്ല. വൃത്തികെട്ട കൊട്ടാരം. പഴയ കൊട്ടാരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുണ്ടല്ലോ ഗൈസ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. മേളിൽ കയറാം. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. വിളക്കണയ്ക്കും. ഇത് ഞെക്കി നോക്കണോ? ഈ റിസർച്ചർ അല്ലേടാ. എന്തെങ്കിലും ഗുണം കാണിക്കടാ കിഴങ്ങ്. ഗൈസ്, എൻ്റെ ഒബ്സർവേഷൻ സ്കിൽസ് വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു. ഓഹോ, അതിവിടെ തന്നെ ഉണ്ടല്ലേ. ഈ ബാൽക്കണിയിലോട്ട് എന്നാലും എന്തിനായിരിക്കും വാതിൽ തുറന്നത്? മേളിൽ കയറാനായിട്ട് പടി വല്ലതും ഉണ്ടോ? തല പുകയണിരുന്നു. ഞാൻ സ്കൂളിൽ പോലും ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിച്ചിട്ടില്ല. ഇവിടെ ഒന്നുമില്ല.
ഇതെടുത്ത് നേരെ വെക്കണോ വേണ്ടേ? ആകെ ഇത്ര സ്ഥലമാണ് ഉള്ളത്. ആയിട്ട് തന്നെ പോണോ ഗൈസ്? മിക്കവാറും ഉണ്ടല്ലോ ഞാൻ ഈ PC കൂടി ഇതിനെടുത്തിട്ട് കത്തിക്കുമെന്ന് തോന്നും. ഇതിൽ കൂടെ വലിഞ്ഞു കയറി പോകും. ഞാനായിരുന്നു വലിഞ്ഞു കയറിയാണ്. ഇവൻ അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട്. എന്തിനാണ് ആ സൗണ്ട്? ഇത് എന്തെങ്കിലും ചെയ്യുമല്ലോ, വെറുതെ ഇതിങ്ങനെ വെച്ചേക്കുമല്ലോ. പക്ഷെ ഒരു വാതിൽ തുറക്കണ സൗണ്ടല്ലേ ആ കേട്ടത്? പട്ടികളെ ഒരു കഥ. ഇവിടെ വല്ലതും ഉണ്ടാ വാതിൽ? ഒന്നും ഒരു വാതിൽ വല്ല ഒരു തേങ്ങയില്ല. കാക്ക പറന്നു പോയതിൻ്റെ സൗണ്ടാണ് അതിന്. ഓക്കെ ഒരു ഈ വാതിൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന? ഇതിൽ കൂടെയല്ലേ ഞാൻ വന്നത്? അല്ല ഗൈസ്, ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന? ഓ, എനിക്ക് ഹൃദയാഘാതം വരുത്താനാണോടാ. അയ്യോ. ആ ലൈറ്റർ എടുത്ത് വെച്ചേക്കാം. ഈ സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഓ ഇത് ഗൈസ് ഏതോ പ്രധാനപ്പെട്ട വാതിലാണ് ഞാൻ തുറന്നതെന്ന് തോന്നുന്നു കേട്ടാ. ഒത്തുപണികളൊക്കെ ഉണ്ട്. ഇത് ദേവിയാണെന്ന് തോന്നുന്നു. ആന, താഴെ ആന, മയിലൊക്കെ ഉണ്ട്. കണ്ണട ലക്ഷിയുടെ. ഓക്കെ ഗൈസ് നമ്മുടെ പൊണ്ടാട്ടിയുടെ ഇതാണ്, കണ്ണാടിയാണ്. അപ്പോൾ അവൾ ഇവിടെ വന്നിരുന്ന്. നീ എന്തിനാണ് ഇവിടെ വന്ന് കണ്ണാടി ഊരി വെച്ചത് ഗൈസ്? അവൾ ഇവിടെ ഇരുന്ന് വെള്ളം അടിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് എങ്കിലും ബാക്കി വെച്ചുകൊണ്ടിരുന്നാണ് ഈ പട്ടി. ഒറ്റക്കൊന്ന് അടിച്ചിട്ട് പോയി. ഞാൻ പച്ചക്കാണ് ഈ പ്രേതക്കൊട്ടാരത്തിൽ നടക്കണം, അറിയാമോ? എന്തൊരു ആരാ? ആരുമില്ലേ ഇവിടെ? ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. ആരാ? ചുമ്മയൊക്കെ വാതിൽ തുറന്നു പറഞ്ഞു ഗൈസ്. എനിക്ക് ടെൻഷൻ ആവണം. നിങ്ങൾക്ക് ടെൻഷൻ ആവണുണ്ടാ? ആ രാത്രി ഈ മുറി മാത്രം എല്ലാം കണ്ടിരുന്നു. എന്താടാ കണ്ടത്? അതിൻ്റെ നിശബ്ദത ഇന്നും ഇവിടെ ജീവിക്കുന്നു. എന്താടാ മുറി കണ്ടത്? ഇതിൻ്റെ മേളിൽ എന്തോ കിടക്കണം. എന്തരത്? എന്തോ ലോഗോ ആണെന്ന് തോന്നുന്നു. ലോഗോയിൽ കറ പറ്റിയതാണെന്ന് തോന്നുന്നു. ആ മെഴുകുതിരി. എനിക്ക് മനസ്സിലാവാത്ത ഈ എറണംകെട്ട മൂദേവി എന്തിനാണ് ഈ വീട്ടിലോട്ടൊക്കെ വലിഞ്ഞു കയറി വന്നതെന്നാണ്. മര്യാദയ്ക്ക് നമുക്ക് നല്ലൊരു ഇന്ത്യൻ ക്ലോസറ്റുള്ള വീടില്ലായിരുന്നാടി. വാട്ട് ഹാപ്പൻഡ് ഹിയർ? എനിക്ക് അറിഞ്ഞൂടാ സുഹൃത്തുക്കളെ. ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. രക്തപ്പാടുകൾ. എനിക്കൊന്ന് യക്ഷി കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും ഇതെന്തരുത്? ആ എന്തായാലും നമ്മൾ ടോർച്ച് കത്തിച്ചെങ്കിലും ജീവിക്കും കേട്ടോ. അതിന് മാത്രം മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും രക്തം തെറിച്ച എന്തോ ആണ് സംഭവിച്ചത്. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. തുറക്കൂലേ പക്ഷെ എനിക്ക് പെടുക്കാൻ മുട്ടുണ്ട്. ഞാൻ എന്തിനു ചെയ്തിട്ട്? ഓക്കെ മനസ്സിലായി. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇറങ്ങും ഇവിടെ നിന്ന്. ഒരു എറണം കെട്ട മുറി. ഈ മുറി കയറാം. ഇതെന്താ ഇത്? ഷുണ്ടൂൻ്റെ ഡയപ്പറോ? മിസ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പഴയ ബുക്കുകളാണ്. താഴോട്ട് ഇറങ്ങി നോക്കാം. ലോലോ അമ്മാമ്മേ ഞാൻ വന്നു. തിരിച്ചു പോലെടാ. വന്നടം നോക്കാം ആദ്യം. തുറ കഥവ്. അയ്യോ ടോർച്ചിൽ ലൈറ്റ് വേടേ. ആ ഓക്കേ. ആ ഇതെടുത്ത് വെച്ചോ. ഇതില്ലെങ്കിൽ തീർന്നു. നമ്മുടെ കാര്യം തീർന്നതില്ലെങ്കിൽ. ഓ ഇവിടെ വീണ്ടും ബാധല. എടാ ഇതല്ലേ നമ്മൾ ആദ്യം വന്നത്? ഇവിടെ നല്ലേടാ നമ്മൾ തുടങ്ങിയത്. വീണ്ടും ഇവിടെ തന്നെ വന്ന. എടാ നിനക്ക് എന്താടാ? തിരിച്ചു പോ. നേരത്തെ ഈ പടിക്കെട്ടൊന്നും ഞാൻ കണ്ടില്ലല്ലോ ഗൈസ്. എനിക്ക് ഭ്രാന്തായി ഗൈസ്. ഓ ആരാ കരയാണ് ഗൈസ്? ഇന്ദിരേ നീയാണാ? ഇന്ദിരേ നീ അല്ലേ? എറണംകെട്ടവളെ വാ തുറന്നു വല്ലോ പറയടി. ഇത് എവിടെ? ഇത് ആലംകുളം. ആമ്പൽക്കുളം. ഈശ്വരാ കണ്ടിട്ടുള്ള എല്ലാ ഹൊറർ പടങ്ങളിലും വെള്ളത്തിൽ മുങ്ങിയാണ് നായകൻ ചാവണത്.
ഒന്ന് പോയി നോക്കണോ? എന്തിരേ ഇവിടെ ഉണ്ടാ? എന്നാ ഓ എന്ന് വിളിയേക്ക്. നിന്റെ കെട്ടിയോനാടി പറയണേ ഓ എന്ന് വിളിയേക്ക്. നല്ല അമ്പല് ഉണ്ടായിരുന്നു, വീട്ടിൽ കൊണ്ടുപോയി നടായിരുന്നു. ഒരു ഇല്ല ഗൈസ്, ഇവിടെ നിന്നാണ് കേക്കണത്. ഇവിടുന്ന് എവിടെ ഇരിക്കണ പെണ്ണെ? വഴി പറഞ്ഞ് താടി ഇരുന്ന് മോകാതം ഒരു ഗുണമില്ല അവളെ കൊണ്ട്. അപ്പോ ഇന്ദിരേ പാത്രം തട്ടിയിട്ടൊന്ന് പൊട്ടി. എവിടെ പോയി മൂദേവി? വായും തുറക്കൂല. അവളുടെ അമ്മുമ്മയെ കെട്ടിക്കാനായിട്ട് നടുത്തളത്തിലെത്തി. ഇന്ദിര അല്ല ഗൈസ്, അവളായിരുന്നു എൻ്റെ അടുത്ത് വന്നന. ഇത് മറ്റേ യക്ഷിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരിക്കുക, അപ്പം പെട്ടെന്ന് മേടിക്കൂല. കാണാൻ വയ്യ. ഇതെന്തരുത് ചെടിച്ചട്ടിയാ? ഇന്ദിരേ, ഇന്ദിര മോളെ, ഇന്ദിര കിഴങ്ങി. ചെവിയും കേട്ടോടാ പന്ന. ഉള്ള അമ്മൂമ്മയെ കെട്ടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താ അമ്മിക്കല്ലോ? ഇതൊരു തെക്ഷിയുടെ തലയിട്ട് കൊടുക്കാം. അറിയാതെ എങ്ങാനും എൻ്റെ വായിന്ന് വല്ല പള്ളും വരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം. അത് ഇൻവോളണ്ടറി ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഡിഫെൻസ് മെക്കാനിസമാണത്. മെഴുകുതിരി കത്തിച്ചോ. അടുക്കളയിലെങ്കിലും കാണും. ചായ ഇട്ട് തരാൻ പറയാം. ചായ ഇട്ട് കുടിക്കാം. ഇതെന്തരുത് വൃത്തികെട്ട അടുക്കള. ഇവിടെ എന്തോ ഗൈസ്, ഇവിടെ എന്ത് ചാരം കിടക്കണത്? വീട്ടിനെ നടുക്കിട്ട് ആരാ അടുപ്പ് കൂട്ടിയത്? ഇന്ദിരേ, ഇന്ദിരേ, മണ്ണെണ്ണ പാട്ട. വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മണ്ണെണ്ണ വിൽക്കുന്ന ഒരു കടയെങ്കിലും ഇടും. കപ്പി. അപ്പോൾ ഇവിടെ കിണറുണ്ട് കേട്ടോ. വെട്ട് കത്തി എടുക്കാൻ പറ്റുമോ? ഇല്ല, വെറുതെ വെച്ചേക്കണേണ് ഗൈസ്. ഇനി ഇത് ഇന്ദിരയെങ്ങാനും കത്തിച്ചിട്ടേക്കണാണാ? അയ്യോ, മാറി നിൽക്കാം. ഇന്ദിരയാണെങ്കിൽ വിഷമം വരണ്ട പിന്നീട്. അല്ലല്ലല്ല, ഇത് വേറെ എന്തോരാണ് കേട്ടാ. എടാ നീ എന്തിനാടാ കിതക്കണ? ഞാനാണ് കിതക്കേണ്ടത്. അയ്യോ മാധവ, ഓ എന്തോ നിന്റെ വിളി അത്ര ശരിയല്ലല്ല. ടോർച്ചറാ കിഴങ്ങ. നോ ടോർച്ചിങ് എക്യുപ്മെന്റാ. ടോർച്ച് ഇവിടെ പോയടാ പട്ടി. കയ്യിരിക്കുന്ന ടോർച്ച് വരെ കൊണ്ട് അത് ഇന്ദിര അല്ലെന്ന് തോന്നുന്നു. കുളിച്ചിട്ട് മുടി തോർത്താതെ വന്ന ഏതോ യുവതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹൃദയം അവിടെ ഉണ്ടോ എന്ന് നോക്കൂ സുഹൃത്തുക്കളെ. അയ്യോ ഗൈസ്, നമുക്ക് ഈ ഗെയിം വേണോ? ഇതൊരു ഇച്ചിച്ച് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ടോർച്ച് എവിടെയാടാ മൊണ്ണേ? ഗൈസ്, ടോർച്ച് ഇല്ല. എൻ്റെ ടോർച്ച് എവിടെയാടാ? മെഴുകുതിരി എടുക്കാൻ പറ്റുമോ? മെഴുകുതിരി എടുത്തോണ്ട് നടക്കായിരുന്നു. ടോർച്ചിൻ്റെ ലിക്വിഡ് 3 ഇരിക്കണം. കണ്ണാടി വെച്ച് നോക്കിയാലോ? ഇല്ല ഗൈസ്, ടോർച്ച് ഇല്ലാതെ ഞാൻ ഇവിടെ ഒന്നും ഒരു അടി അനങ്ങൂല. ഒന്നേ കിട്ടണോ എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഒരു സാധനം ഇല്ല ഇവിടെ. വൃത്തികെട്ട വീട്. എനിക്ക് വേണം അവള് കിണറ്റി ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. നിനക്കൊക്കെ വല്ല എൻ്റെ ഹൃദയം ഇപ്പം നിലച്ചന. എടാ ആരുടെ ഇവിടെ കൊണ്ട് ടോർച്ചിട്ടത്? എടാ അവിടെ വെച്ചല്ലേ ടോർച്ച് കളഞ്ഞു പോയി. ടോർച്ച് എങ്ങനെ ഇവിടെ വന്ന്? കിണറ്റിൻ്റെ വക്കീല മൂദേവി ഒന്ന് ഉണ്ടോ നോക്കട്ടെ അവിടെ. ഇല്ല, അത് പോയി. വാട്ടിച്ചേറ്റ മനുഷ്യനെ പേടിപ്പിച്ചിട്ട്. ഗൈസ്, എൻ്റെ ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് എലിവേറ്റ് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതാണ് ഞാൻ ഹൊറർ സിനിമ പോലും കാണാൻ പോകാത്തത്. എനിക്ക് മുള്ളാൻ മുട്ടണം. മുള്ളിക്കോ? തുളസിത്തറ. ശരി, നിൽക്കണ തുളസി അല്ലല്ല, തുളസിയാണോ അത്? ഈശ്വര, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് തരുമോ? ഇവിടേക്കല്ലേ ഞാൻ നേരത്തെ വന്ന് കിടന്ന് കറങ്ങിയത്. കുളത്തിലൊക്കെ എന്തിരിക്കുന്നു? ഇങ്ങോട്ട് പോവാം. ഇവിടെ ഉണ്ടോ? എടാ എവിടെ കൂടെ പോയാൽ ഇവിടെയാണല്ലോ അവസാനം വന്ന് നിൽക്കണത്. ഈ വീട്ടിൽ വേറെ വഴിയൊന്നും ഇല്ലേ?
അയ്യോ ടോർച്ചടഞ്ഞേ ടോർച്ചടഞ്ഞേ ടോർച്ചടഞ്ഞേ. വീണ്ടും മേളിൽ പോണോ എന്തോ. ഈ മുറി എന്തിനാണ് കണ്ടത്? ഇതൊക്കെ നേരത്തെ കണ്ട തന്നെ. ഇതെല്ലാം ഭയങ്കര ഫിഷി ആയിട്ടിരിക്കുന്നു. ചങ്ങല. ഞാൻ വിചാരിച്ച ആരെ തലയിരിക്കണത്, പെട്ടെന്ന് പേടിച്ചു പോയി. സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ലേ? മേളിലൊന്നുമില്ല. എവിടെ നോക്കിയാൽ ഈ പൊത്തലാണല്ലോ അവസാനം കാണുന്നത്. ഈശ്വരാ, ഞാൻ ഒരു ലൂപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ അങ്ങോട്ടൊക്കെയാണ് പോണേന്ന്. ഇവിടെ എന്തോ വല്ലാത്തൊരു സൗണ്ട്. ഈ ഡോറ് തുറക്കാനുള്ള ലിവറല്ലേ ഇവിടെ ഇരിക്കണത്. എൻ്റെ പൊന്നമ്മച്ചിയെ, ഗൈസ് ഒരു അന്തോ കുന്തോ ഇല്ലാതെ ഞാൻ ഈ നീലീന്ന് എന്തിനായിരുന്നു എൻ്റെ കുറിഞ്ഞിയോ എന്തിനായിരുന്നു പേര്? ഭാര്യയുടെ പേര് ഇന്ദിരി. ഇന്ദിരി മോളെ, എവിടാ നീ? എന്നെ കിട്ടിക്കഴിഞ്ഞാ ഉണ്ടല്ലോ. ഇതെന്ത് തുറക്കാത്തത്? ഇന്ദിരി മൂദേവി തുറന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു ലൈറ്റർ ഇവിടെ തുറങ്ങും. വീണ്ടും പടി. ഇത് ഈ പടി ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ. ഈ ശിവന്മാർ ഓരോ പടിയൊക്കെ പടി കേറിയ ഇല്ലേ? അച്ഛേ തുറക്കാൻ പറ്റണില്ലേടാ? ഇത് തുറന്നാടേ, തുറക്കണില്ലടാ. അതെന്ത് തുറക്കാത്ത കൈസ്? അപ്പം എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ അകത്ത് എൻ്റെ ഭാര്യ പൂട്ടിയിട്ടേക്കണ അവന്മാര്. തുറക്കഥവ് അയോഗ്യ നായെ പെരട്ട പട്ടി. എന്തെങ്കിലും എടുക്കണമെന്ന് തോന്നുന്നു കൈസ്. അതവിടെ കിട്ടും. ഇനി ബുക്ക് കൊണ്ട് തുറക്കാൻ പറ്റുമോ? ഇല്ല. വീണ്ടും കഥയ്ക്കുന്നു എൻ്റെ കുട്ടൻ. ഇതാണെന്ന് തോന്നുന്നുണ്ട് പോറ്റിയും കുടുംബവും. ഈ പോറ്റിയല്ലേ മറ്റേ പെണ്ണുമ്പിള്ള കൊന്നു കളഞ്ഞത്. ഇവിടെ ഒരു വാതിലുണ്ടോ? തുറക്കില്ല. ഇവിടെ എന്തായാലും ഒന്നുമില്ല. കണ്ട, അത് അടയണം, അത് തുറക്കണം. കാർത്തിക് ബ്രോ ചാറ്റ് വായിക്കുന്നില്ല. ചാറ്റ് വായിക്കാൻ പറ്റേ? അയ്യോ എനിക്ക് വയ്യേ. എവിടെയാടി എറ കെട്ടവളെ? നാണം ഉണ്ടോടി ചെറ്റേ? യക്ഷികളുടെ അടുത്ത് നമ്മളൊരു ദയാദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. നേരത്തെ ഞാൻ കണ്ട മറ്റേ എന്തടാ നിനക്ക് വയ്യടാ? കത്തിക്കഞ്ഞ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ. എവിടെയായിരുന്നു ആ പുല്ല്? തിരിയുണ്ട്. അതാ അടക്കുന്നു. ഈടാ ഭീകര, എനിക്ക് ഐഡിയ എന്തുകൊണ്ട് നേരത്തെ പോയില്ല? കയറിയിട്ട് എന്തൊരു ഗുണം? ഇത് തുറക്കണ്ടേ? ചവിട്ടി പൊളിയടാ കിഴങ്ങാതരാ. ദർ ഈസ് നോ എനി കീ ഇൻ ഇൻവെന്ററി. അപ്പൊ ഞാൻ കീ കണ്ടുപിടിക്കണം അല്ലേ? പുല്ല്. ഇതിൻ്റെ അകത്തുണ്ടോ കീ? ഒരു കീ ആരെങ്കിലും കണ്ടായിരുന്നോ ഗായ്സ് നിങ്ങൾ? കീ ഇതെന്തൊരു ഒന്നുമില്ലേ? ഈ വാതിൽ എങ്ങനെ തുറക്കും? എന്തായാലും ഒരു മലയാളി ടീമാണിത് ഡെവലപ്പ് ചെയ്തതെന്ന് അറിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം. ഇതിൻ്റെ അകത്ത് വല്ലോണോ എനിക്ക്? ഇവിടെ വെച്ചാണ് മറ്റേ വെള്ളോടി നടന്നത്. ഇവിടെയൊക്കെ കുറെ ചോരയുണ്ടല്ലോ. അണ്ണ ഇവിടെ ഉണ്ടായിരുന്നാ? ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ട് അടിച്ചു പോയി. അലറല്ലേ പേടിച്ചിട്ടാ മക്കളെ. കീ കിട്ടാൻ എന്ത് ടാസ്ക് ചെയ്യണം?
കസേര കയറി ഇരിക്കണോ, കസേര കളിക്കണോ, ഈ ഉണ്ടയെ പിടിച്ച് തിരിക്കണോ? ഇത് ഈ ഉണ്ട ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് ഇവിടെ ഇരിക്കണം ഗൈസ്. ചിമ്മിനിക്കകത്ത് വല്ലോ എനിക്ക്. എടാ എന്തിനടാ നീ ഇപ്പൊ കഥക്കണേ എന്തിനടാ? താക്കോല് കണ്ടുപിടിക്കാൻ പറ്റാത്ത കിഴങ്ങനാണ് പെണ്ണിനെ കണ്ടുപിടിക്കാൻ പോണത്. നമ്മുടെ മണ്ണെണ്ണയൊക്കെ കത്തി തീരാറായി കേട്ടോ. ഇവിടെ എങ്ങാനും വേണം എനിക്ക് കിക്കി കിക്കി കിക്കി. ഒരു കീ തപ്പി വന്ന മനുഷ്യനാണ് കിക്കി. നിങ്ങളുടെ ഉണ്ടോ കീ? കിക്കി ചേട്ടന്മാരെ ചേച്ചിമാരെ കീ ഉണ്ടോ? കീ താഴെ പോയി നോക്കട്ടെ. കീ കിക്കി കിക്കി കീ കിക്കി. എവിടെ പോയാലും അവസാനം എത്തണം ഇവിടെ തന്നെ. ആ കഥക്കടാ കഥക്ക്. നീ മറ്റേ എവറസ്റ്റ് കീഴടക്കിയിട്ട് നിൽക്കുകയാണല്ലോ. ഇതിൻ്റെ അകത്തൊന്നും കീ ഇല്ല. എവിടെയുടെ ഈ കീ കൊണ്ട് കളഞ്ഞേക്കണത്? ഓ ആയിക്കോട്ടെ, മറന്നിട്ടില്ല, ഓർമ്മയുണ്ട് എനിക്ക്. ഈ മെഴുതിരി കത്തി തീർന്നു കേട്ടാ. സള്ളേ കത്തി തീരെയൊക്കെ ചെയ്യണ്ട. ഡീറ്റെയിലിങ്. നമ്മളിപ്പം മേലാണ് താഴെയാണ് നിൽക്കണത്. ഇപ്പൊ താഴെ ഇറങ്ങിയില്ലേ നമ്മള്? കിക്കേ ഷെൽഫിൽ വല്ലോ എനിക്ക് ഉണ്ടോ? കണ്ണീർ മഴയത്ത് ഞാനൊരു കീയുടെ കൂടെ ചൂടി. ഒരു താക്കോല് കിട്ടാ എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് നോക്കണേ. ഇവിടെ കാണുമായിരിക്കും ചിലപ്പോൾ. ഇവിടെ അല്ലേ ഞാൻ നേരത്തെ നോക്കിയത്. എൻ്റെ പൊന്നമ്മച്ചി എനിക്ക് പ്രാന്താവണം ഗൈസ്. കുറേ റൂമും അവൻ്റെയൊക്കെ അമ്മയെ കെട്ടിക്കാനായിട്ട് ഉണ്ടാക്കിയ കുറേ മാപ്പും. പടിക്കെട്ട് കയറിയ മേളിൽ ചെല്ലും. മേളിലും കീയില്ലല്ലോ, എന്തിനാ ഞാൻ മേളിൽ പോണേ? തറയിലൊക്കെ നോക്കി പോവാം ഗൈസ്. എനിക്കുണ്ടല്ലോ വീട്ടിലാണെങ്കിൽ പോലും ഏറ്റവും ഇഷ്ടമില്ലാത്ത ടാസ്ക്കാണ് ടി വിയുടെ റിമോട്ട്, താക്കോല്, ഇതൊക്കെ എവിടെയെങ്കിലും കളഞ്ഞു പോകുമ്പോൾ തപ്പണത്. അപ്പോൾ അതൊരു ഗെയിമാക്കി എടുത്ത് ചെയ്ത ഇവന്മാരുടെ മനസ്സ് ആരും കാണാം. അയ്യോ അയ്യോ എവിടെ ഗെയിമിൽ വരെ താക്കോല് കണ്ടുപിടിക്കണമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അവിടെ പോയടാ നീ. ഇവിടെയൊക്കെ അന്ന് തപ്പി ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നും ഒരു തേങ്ങാ പിണ്ണാക്കും ഇല്ല ഗൈസ്. വീണ്ടും കുളം എത്തി കേട്ടാ. കുളത്തി ഇറങ്ങി മുങ്ങി തപ്പി നോക്കിയാലോ താക്കോല്? ഓ കമോൺ, ഒരു നീന്തലിന് പോയിട്ട് വരാം. പക്ഷേ എൻ്റെ പെണ്ണുപിള്ളയുടെ പേരെന്തരായിരുന്നു? ഇന്ദിരി. ഇന്ദിരേ പറയോ ഇന്ദിരി ബേട്ടി പൊട്ടി പാട്ടി. താക്കോലെങ്കിലും നിനക്ക് തന്നിട്ട് പൊക്കൂടായിരുന്നാ? മണിക്കൂറുകളായ ഒരു താക്കോലും തപ്പി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ദിരേ അടുക്കളയിലും നേരത്തെ ഒന്നും ഞാനൊന്നും കണ്ടില്ല. ചിതാഭസ്മത്തിലെങ്ങാനും ഒരു താക്കോല് കാണൂ? ഇതിൽ വല്ലതും താക്കോലുണ്ടോ? താക്കോലെടുക്കാതെ അരുണോദയത്തിൽ. ഇവിടെയാണ് നേരത്തെ മറ്റേ പെണ്ണൊന്ന് പേടിപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ടാണ് ഈ ഏരിയയിലോട്ട് ഞാൻ വരാതെ നിന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും താക്കോൽ കണ്ടുപിടിച്ചല്ലേ പറ്റുമോ നമുക്ക്. ഒരു താക്കോല് താടാ പട്ടി. ഇവിടെ ഒന്നുമില്ല. ഇവിടെ വഴിയാണ് കണ്ടല്ലേ നമ്മൾ മേളയിലോട്ട് പോയത്. ഇപ്പം ഈടാ ഇതെവിടെ നിന്നാ ഇപ്പൊ വന്നത്? ഓ ഭഗവാനെ ഗണേശ്വര, നിങ്ങളുണ്ടായിട്ടാണോ ഇവിടെ ഇത്രയും പ്രേതശല്യം? മഹാലക്ഷ്മി ദേവി ഉണ്ടാനെ കാത്തോണ്ണെ. BJPയുടെ കമ്മിറ്റി റൂം പോലെ ഉണ്ട്, താമരയൊക്കെ വെച്ചിട്ട്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് മോദിജിയെ കാണാം. ഓപ്പോ കയറാൻ വയ്യ കേസ്, എനിക്ക് കയറാൻ പേടി കേസ്. വിളക്ക് ഇത്രയും ഗണേശ്വരനൊക്കെ ഇരുന്നിട്ട്. ആ മണ്ണെണ്ണ തലയോട്ടിയാ. ഇതാരാ? പോറ്റിയുടെ അച്ഛൻ്റെ തലയോട്ടിയാണ്. വിളക്ക് ഇതെന്താ മൺചട്ടിയോ? ഓ അമ്മച്ചി, ഭദ്രകാളിയാണോ അത്? ഡാർക്ക് കേട്ടാ. ഇത് ഓരടാ ഇത് വരച്ചു വെച്ചത്? ആ വാഴയല്ലേ? ഇവിടെ എന്തോ നോട്ടായിട്ട് ഇൻവെൻട്രിയാ. 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാഗങ്ങളില്ലാതെ ഇത് തുറക്കില്ല. അവ ഇവിടെ തന്നെ ഉണ്ട്. 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാഗങ്ങളില്ലാതെ ഇത് തുറക്കില്ല. ഏത് തുറക്കില്ല? ഈ ഇതോ? അവ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്നു. ഓക്കെ, താമര നോക്കട്ടെ.
ഇതാണോ താമര? അന്തരത് ഭദ്രകാളി. ഇതെന്തൊരു ഗൈസ്. വെള്ളം കുടിക്കട്ടെ. ഒന്നുകൂടെ ക്ലൂ വായിച്ചു നോക്കാം. 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്നു. അവ ഇവിടെ തന്നെ ഉണ്ട്. ഐശോ. ഓക്കെ, താമര തപ്പാം. താമരേ നീല. ഇതാണോ താമര? താമര അല്ല. നീല താമരേ പൂവ് ചൂടിയൻ. ഈ പടിക്കെട്ടൊക്കെ ഇവിടെ ഒന്നും നേരത്തെ ഒന്നും കണ്ടില്ലല്ലേ? ഓ, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ കാണിച്ചാ. ഇത് മറ്റേ ഡയപ്പർ റൂമല്ലേ ഗൈസ്? ഇവിടെ ഒന്നും ഒരു താമരയില്ലേ. എത്ര നേരം കൊണ്ട് തപ്പണം ഇവിടെയൊക്കെ. തിരിച്ചു കയറിപ്പോടാ, തിരിച്ചിറങ്ങിപ്പോടാ. ഇതെന്തരുത്? അതൊന്നുമല്ല. 4 താമര. ഇപ്പം താമര എവിടെയെന്നു പോലും ഞാൻ മറന്നുപോയി ഗൈസ്. ആ താമര റൂം എവിടെ? ഇനി മറ്റേ കുളത്തിൻ്റെ കടവിൽ ആമ്പലും വല്ലതും ആണോ? ഈ താമരയാണോ ഇനി ഇവർ ഉദ്ദേശിച്ചത്? ഇത് താമരയല്ല, ആമ്പലാണല്ലോ. ആമ്പലും ഉമ്പലും എല്ലാം കണക്കിയല്ല. ഇതിലും വല്ലതും ഇനി പിടിച്ചിരിക്കുമോ താമര? എനിക്ക് അറിഞ്ഞൂടെ പിള്ളേരെ, ഇന്ന് വല്ലതും നടക്കുമോന്ന്. താമര വെച്ചിരുന്ന റൂം വരെ ഞാൻ മറന്നു എവിടെയാണെന്ന്. എനിക്കാരും എന്നാരും സഹായിക്കേണ്ട കേസ്. ആ താമര വെച്ച റൂം എവിടെയാണെന്ന് വരെ ഞാൻ മറന്നുപോയി. ഇവിടെ താമര വിരിയോ? ഓ, ഇതല്ലേ നമ്മൾ സ്റ്റാർട്ടിങ് മറ്റേ കണ്ട വിഗ്രഹം, പഞ്ചലോഹ വിഗ്രഹം. ചുമ്മാ ഇരി. ഗൈസ്, അപ്പം ഇതാണ് താമര. വെണ്ണെണ്ണ ആദ്യം എടുക്കാം. ഇതിന് ഞാൻ എന്ത് ചെയ്യും? പുഴുങ്ങി തിന്നുമോ ഗൈസ്? അപ്പം പെയിൻറ്റിങ്ങുകളിലാണോ ഒളിച്ചിരിക്കുന്നത് താമര? ഇത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണോ? ഇതിന് ഞാൻ എന്ത് ചെയ്യും ഇനി? അപ്പാടാ, കയറി പോടാ. 4 താമര എന്നല്ലേ പറഞ്ഞത്? ഇതിൻ്റെ എനിക്ക് ആപാടാ. താമര റൂം. ഇതൊത്തിരി ഇതെങ്ങനെ ഇതിനകത്ത് വെക്കുമോ? ഇപ്പൊ പിടികിട്ടി ഗൈസ്. ഇനി 3 താമരയും കൂടെ അല്ലേ? പുല്ല്. പെയിന്റിങ്ങുകളൊക്കെ പോയി തപ്പട്ടെ. ഇപ്പൊ ചാർജ് ആയി ഞാൻ. ഇത് എവിടെയാണ് റൂമെന്ന് ഓർത്ത് വെക്കട്ടെ. പുല്ല് റൂമാണ് ഞാൻ മറന്നു പോകുന്നത്. ഇപ്പൊ എവിടെ കുറെ പെയിന്റിങ്ങുകൾ ഉണ്ടായിരുന്നല്ലോ. ഇത് ഭയങ്കര കൺഫ്യൂസിങ്. തുറക്കൂല. ഇങ്ങനെയല്ലേ നേരത്തെ തുറന്നത്? ഇവണ് എന്നെ കാത്തിരുന്നേ യക്ഷി 2ാമത് വീണ്ടും ചത്തെന്ന് തോന്നുന്നു. ഈ കട്ടിൽ നമ്മൾ നേരത്തെ കണ്ടില്ലല്ലോ. ഇതെവിടെ കിടക്കായിരുന്നു? ആര്? എവിടെ? ആരോ വാതിൽ തട്ടിയ സൗണ്ട് നിങ്ങൾ കേട്ടാ? ഞാൻ വെറുതെ ഒരു ഓളത്തിന് പറഞ്ഞാണ് കേട്ടോ. ഇത് താമരയാണ്. നിലവറ. എന്റെ പട്ടിക്കുട്ടി വരയ്ക്കുള്ള എന്നെക്കാട്ടി നല്ല ഡ്രോയിങ്. താലചക്രം. ഓക്കെ. ഈ ചക്രം എടുത്ത് നമ്മൾ നേരത്തെ എന്തിൻ്റെയോ സൈഡിലൊരു സ്വരം കണ്ടില്ലായിരുന്ന ബാമനെ? താലചക്രം എന്തിനാണോ എന്തോ. എന്തിനാണെങ്കിലും ബാ നോക്കാം. തുറക്കാൻ പറ്റാത്തൊരു ഡോർ. ഇതല്ലേ ഇപ്പോൾ നേരെ തുറന്ന സാധനം. ഇതേത് വാതിൽ? ഇതൊക്കെ ഏത് വാതിലാണ് ഇവിടെ കിടന്നാലും? വാതിൽ ഉണ്ടായി വരുന്നുണ്ടോ ഗൈസ്? എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഏതോ ഒരു ഡോറിന്റെ സൈഡിൽ ചെന്നിട്ട് കുറെ തിരുക്കി കളിച്ചായിരുന്നു. നേരെ ഇതുവഴിയാണ്. ഭയങ്കര ടെൻഷനും ആവണം. പുല്ല്
ഡേയ് ഡേയ് ആ വാ പോവാ. ഇതിനെ എവിടെ കൊണ്ട് കയറ്റണോടാ ഞാൻ? ഓ നേരത്തെ ആ മൂദേവിയെ കണ്ട സ്ഥലമാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഏരിയയാണത്. ഇതെവിടെ കൊണ്ട് കൊളുത്തും കഴിച്ചേ? ഈ വീട് മൊത്തം വാതിലുകളാണല്ലോ ഈശ്വര. തെക്കിനീല വാതിലേക്കുള്ള സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. എവിടെയോ ആരോ കിടന്ന് തട്ടും മുട്ടും ഉണ്ടാക്കുന്നു. എടാ ഇത് എവിടെയെങ്കിലും വാതിലൊന്ന് സെറ്റ് ചെയ്താടാ. അടുക്കള. ഓക്കെ, ആരോ എന്തോ തട്ടുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട്. തട്ടുമ്പോഴാണ് എൻ്റെ ഹാർട്ട് ബീറ്റും കൂടുന്നത്. ഭ്രാന്താവും മനുഷ്യന്. മേളിലാണ് ഇനി ആറാ. എവിടെയോ ഞാൻ ഇതിന്റെ അയ്യോ പോവല്ലേ എന്താ പൊന്നെ. എവിടെയാടാ കതവ്? ശരിക്കും നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒരു കതവിന്റെ ഫ്രണ്ടിൽ കിടന്ന് കുറേ നേരം ചൊറിഞ്ഞു മറക്കി നിന്നായിരുന്നു നേരത്തെ. എന്താണെന്നാണ് ഇതിന്റെ അകത്ത് ഇനി താമര വല്ലതും ഉണ്ടാ? ഇല്ലേ? ആ ഹോ യെസ്. ഓ കിടില ഫോട്ടോ. ഇറക്കണില്ല. ഇന്ദിരയുടെ ബാഗല്ലേ അത്? ഇന്ദിരി അവളുടെ കണ്ണാടിയും കിട്ടി, ബാഗും കിട്ടി. ഇനി അവളെയും കൂടെ കിട്ടിയാൽ മതി. എൻ്റെ അടുത്തൊരു ദിവസം മൊത്തം അടി ഉണ്ടാക്കി കിടന്ന് വാങ്ങിയ ബാഗാണ്. പാവറക്കി അതുകൊണ്ട് കളഞ്ഞിട്ട് പോയേക്കണം. ഈ ബാഗ് കിട്ടാനാണടാ ഇത്രയും ദൂരം വന്നത്. ഇതില്ലായിരുന്നെങ്കിലും ഞാൻ പുതിയത് മേടിച്ചു കൊടുക്കുമായിരുന്നല്ലേ. ഓക്കേ, ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഉണ്ടോ താമരയുടെ പീസ്? അവളുടെ അമ്മൂമ്മേരെ ബാഗ് ഇട്ടിട്ട് ഞാൻ എന്തിനുണ്ടാക്കാൻ? ഇത് എത്ര താക്കോല് ഞാൻ കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് ഉറപ്പ് വരുത്താം. പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതെന്തുകൊണ്ടോ എനിക്കൊരു സസ്പിഷ്യൻ ഫീൽ ചെയ്യുന്നു സുഹൃത്തുക്കളെ. എന്തരത്? എടാ പാട്ടി ഇവിടെ ഒളിപ്പിച്ച് വെച്ചാ കേടുന്ന ഐസ്. ഒരു താമരയും കൂടെ കിട്ടി. കൊണ്ടുപോവാ. ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേരിട്ട് വാടി ചെറ്റേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒളിച്ചിരുന്നിട്ട് ഉണ്ടാക്കാണ്ട്. അതെന്നെ പിന്നെയും തിരിഞ്ഞത്? എക്സ്ട്രാ വല്ലതും ഉണ്ടോ ഇവിടെ? ഇല്ലല്ല. ബാ മോനെ ബാ. ഇനി താഴോട്ട് പോണ വഴി കണ്ടുപിടിക്കണമല്ല. പുല്ല് അതിപ്പോ അയ്യോ എന്റെ കണ്ണൊക്കെ ഒന്ന് ചുമക്കണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതെന്താ ഇത്? താമര വെക്കേണ്ട താഴത്തെ നിലയിലല്ലേ? താഴത്തെ നിലയിൽ ഏത് വഴിയായിരുന്നു പോകേണ്ടത്? മറന്നും പോയി പുല്ല്. ഓക്കെ ബാ മോനെ ബാ. ഇങ്ങനെ അകത്തളത്തല്ലേ പോകേണ്ടത്? എടാ ഇവിടെ എങ്ങനെയാടാ ഞാൻ ഇടക്കിടക്ക് എത്തണത്? ഇവിടെ എന്താ പറയില്ലല്ലോ. ഈ ലൂപ്പിൽ നിന്ന് ആരെങ്കിലും ഒന്ന് എന്നെ എടുത്ത് പുറത്തിടുവോ? ഓക്കെ
4 താമര കണ്ടുപിടിക്കാനുള്ളതിൽ രണ്ടാമത്തെ താമരയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. താമര വയ്ക്കാനുള്ള റൂം എവിടെയായിരുന്നു? റൂം മറന്നുപോയല്ലേ, ഹോട്ടലല്ലേ, താഴെയല്ലേ ഇരുന്നാ? എടുത്ത് കളയരുത്, ഇതിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട നീ. ഇവിടെ എങ്ങാണ്ടായിരുന്നു. യെസ്. പൊന്നു കൈസിന് 2 താമരയും കൂടാ. തലയോട്ടിക്കാരാ എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ കിളിയും പപ്പടവും തെറിച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്ത താമര കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ഇറങ്ങുകയാണ്. ഗൈസ്, ഈ പ്രേതം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതാ കൊണ്ട് ഒളിപ്പിച്ച് വെക്കണത്? ഗൈസ്, കുളത്തിൻ്റെ അടുത്തുണ്ടെന്നൊരു കമൻറ്റ് ഞാൻ കണ്ട്. ഉള്ളതാണോ എന്തോ? നേരത്തെ ഒന്നും വന്നപ്പോൾ കണ്ടില്ലല്ലോ. സത്യം പറയാം, കുളത്തിൻ്റെ അടുത്താണ് താമര ഉണ്ടാവേണ്ടത്. ഇവിടെ വല്ലതും ഉണ്ടോ? താമരയുണ്ടോ? താമര കാണാനില്ല ഗൈസ്. കുളത്തിൻ്റെ സൈഡിലൊന്നും ഒരു താമര ഇല്ലെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇവിടെ ഇരിക്കാം, കുറച്ച് നേരം കുത്തിയിരിക്കാം. മീനുകൾ വല്ലതും ഉണ്ടെങ്കിൽ കാണാമല്ലോ. ഇവിടെ താമരയൊന്നുമില്ല ഗൈസ്. ഇതിൻ്റെ അകത്തുണ്ടോ? ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഇരിക്കുള്ളൂ ഗൈസ്. ഒരു ഇതുമില്ല. എന്നെ ക്ഷമ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് ഉണ്ടാക്കിയവന്മാര് സമ്മതിച്ചു തന്നാ നിന്നേക്ക. ഇതൊക്കെ തുറക്കൂടേ? ഇതൊക്കെ എന്തിനെ ഉണ്ടാക്കി വെച്ചേക്കണ? ചവിട്ടി പൊളിച്ച് കളയടേ. വീണ്ടും അടുക്കള എത്തിക്കുകയാണ്. താമര ഉണ്ടാന്ന് നോക്കാൻ. അടുപ്പിൻ്റെ അകത്ത് വല്ലതും ഉണ്ടായിന് താമര? ഇല്ല. തേങ്ങ കൊട്ടയ്ക്കകത്തുണ്ടാ? താമര പോയാ അടുപ്പിൻ്റെ അടിയിലും തപ്പണമെന്നാണല്ലോ. ഇതൊക്കെ എന്താ, തേങ്ങ തന്നെയല്ലേ? യക്ഷി പോയ സ്ഥലമായതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസം ഇല്ല. ഇവിടെ വല്ലതും ആയിരിക്കുമോ ഇനി? ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. ഇല്ല, അവിടെ ഒന്നുമില്ല. അകത്തളം, ഇത് പടക്കളം. എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു യക്ഷിയൊക്കെ പോയെന്ന് തോന്നട്ടാ. എനിക്ക് വേണ്ടി കാത്തിരുന്ന് യക്ഷി കിടന്ന് ഉറങ്ങിയെന്ന് തോന്നും. അങ്ങനെ തന്നെ വേണോടി എനിക്ക്. പേടിപ്പിക്കുമല്ലേ നീ? എന്തായാലും ഈ വീട്ടിൻ്റെ ഒരു ഊഹം എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചുമ്മാ ഇരിക്കുകയാണ്. 2 താമര കിട്ടിയോളൂ എനിക്ക്. തലയോട്ടി എന്തിനാണ്? ഈ കൊടുവാൾ എന്തിനാണ്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് കിതക്കണേന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇവിടെ വല്ലതും ഉണ്ടോ ഇനി? താമരേ താമരേ, എടേ പിന്നെ ഇവിടെ എത്തിയാ ഞാൻ. ഗൈസ്, ഇതെൻ്റെ സെക്കൻഡ് ഹോമാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഇത്രയും നേരം കത്തിയിരിക്കുക. ഇത് എന്തൊരു ടോർച്ചാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ ആരാടാ? എവിടെയാടാ താമര? ഗൈസ്, താമര ഒന്നും കാണാനില്ല. ബാൽക്കണിയിലെങ്ങാനും ഉണ്ടോ ഇനി? ഇവിടെ ഒരു പടം. ഈ പെയിന്റിങ്ങിനവിടെ ഞാൻ നോക്കിയായിരുന്നു, അവിടെ ഇല്ല. ഈ അലമാര എന്ത് ഗൈസ് തുറക്കാൻ പറ്റാത്തത്? ഇതെന്ത് തേപ്പ്? ഇവിടെ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല, ഒന്നും കിടയാത്. ഇതുവഴി പോയ എവിടെ എത്തും? അമ്മച്ചിയെ, ഇതെന്താ ഇത്? നേരത്തെ കണ്ടല്ലേ? ഞാൻ കണ്ടടേ.
ഓക്കെ, ഇവിടെ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് പുറത്തോട്ടിറങ്ങാവേ. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇതിൻ്റെ അകത്തില്ല, ഇതിൻ്റെ അകത്തില്ല, ഇതിൻ്റെ അകത്തില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തില്ലെന്ന് ഉറപ്പ് വരുത്തിയേ. ഈ റൂം ക്ലിയർ ആണേ, ഒന്നുമില്ലേ? ഓക്കെ. ആ ഗൈസ്, ഈ വേട്ടാവളി ഇവിടെ ഉണ്ടായിരുന്ന, ഇവൻ്റെ പുറകിൽ വല്ലതും ഉണ്ടോ? ഇനി പേടിപ്പിക്കാൻ മാത്രമായിട്ട് അറിയാൻ വന്നേക്കണം അല്ലേടാ നീ. ഈ ലൈറ്റ് ഒന്ന് അണച്ചു നോക്കട്ടാ. അപ്പം ലൈറ്റ് ഇല്ല കേട്ടോ അവൻ്റെ കണ്ണിൽ. കഥകളിയിലൊന്നുമില്ല ഗൈസ്, കഥകളിയൊന്നുമില്ല കേട്ടോ. ഓ, നിശബ്ദത നീ ജീവിച്ചോ? പിന്നെ അതൊന്നുമില്ലെന്നല്ലേടാ തെണ്ടി നമ്മളിപ്പോൾ നോക്കിയത്. ഗൈസ്, എൻ്റെ ഫോക്കസ് അടിച്ചു പോയെന്ന് തോന്നുന്നു. കോൺസെൻട്രേഷൻ കിട്ടണില്ല, വിശക്കണു. ഒരു പെയിന്റിങ് തുറന്നെന്നും പറഞ്ഞ് എല്ലാ പെയിന്റിങ്ങും തുറക്കണമെന്നില്ലല്ലോ. പക്ഷെ അവന് വേണമെങ്കിൽ പെയിന്റിങ്ങിനെ അവിടെ വെക്കായിരുന്നു. ബ്ലഡി ബ്ലാബറിങ് ജംബോ ജെറ്റ് തുറക്കുവോ? ഇല്ലല്ലേ. ഇത് തുറക്കുവോ? കസേര എടുത്ത് അടിക്കാൻ പറ്റുമോ? ഇല്ല. തള്ളിയിടാൻ പറ്റുമോ? ഇല്ല. ഈ ഡയപ്പർ വെച്ച് ഒരു ഗുണവും ഇല്ലല്ലോ ഈശ്വര. ഇവിടെ ഒന്നുമില്ല. തള്ളച്ചെ കാണാനും ഇല്ലല്ലോ. ഗൈസ്, ഇത് അവക്കറിയാം കേട്ടാ, ഞാൻ ഇത് തപ്പി തപ്പി മരിച്ചോളൂ എന്ന്. യക്ഷി കൊല്ലേണ്ട കാര്യം പോലും ഇല്ല, നമ്മൾ തപ്പി തപ്പി മരിക്കും. ഈ വിഗ്രഹം ഇനി അടിച്ചു മാറ്റണോ നമ്മള്? നടരാജ വിഗ്രഹം അടിച്ചു മാറ്റണോ ഗൈസ് നമ്മള്? തപ്പി നോക്കട്ടാ, ഒന്നുമില്ല. കൊടുവാളെടുത്ത് നാരികച്ചോരയിൽ നീരാട്, എരിവേറ്റിയ വറ്റൽ മുളകോ പെണ്ണെ നിൻ കഴുത്ത്, ജടകെട്ടിയ ിന് മുല്ലപ്പൂവഴക്, കലിതുള്ളിയ കാളിതൻ കായിൽ തങ്കപ്പൊഞ്ചിലമ്പ്. നമ്മൾ ഔട്ടാവൂലല്ലേ ഇതൊന്ന്? നമ്മളിത് ഭ്രാന്തായി നിർത്തിയിട്ട് പോവുകയുള്ളെന്ന് തോന്നുന്നു. സൈമൺ പോറ്റി ഇതിലൊരു തേങ്ങയില്ലല്ലോ അല്ലേ? മണിയടി വീര ഹോമം വേണം. ഹായ്, ഹോമം. ഹോമത്തിന് തീ കൊളുത്തിയാൽ ആരെങ്കിലും വരുവോ? ഇത്രയിടം വരെ വരിക. ഓം ഷഡ്ചപ്പട ചടപ്പട. ഇതൊക്കെ എന്തിനാണ് ഗൈസ്? ഇവിടെ എന്തോ വലിയ പൂജ നടക്കണുണ്ടെന്ന് എനിക്ക്. എടാ, ഇത് പൂട്ടില്ലാത്തൊരു ഡോറല്ലേടാ, ഇതുപോലെ നിനക്ക് തുറക്കാൻ വയ്യടാ വേണ്ടേ? എടാ, തുറക്കാൻ പറ്റില്ല. നീയൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കണ അലമാരപ്പട്ടി? അടിച്ചു പൊളിക്കാൻ പറ്റുമോ? ഇവിടെ തുറക്കാൻ പറ്റണ. ഇവളുടെ ബാഗിൻ്റെ അകത്ത് വല്ല സാധനം ഉണ്ടാ? ഇതൊക്കെ തുറക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേസ്. ഒന്നും തുറക്കണില്ല. പിന്നെ എന്തിനാ ഇവിടെ ചെറിയ പൊത്തലിട്ട് വെച്ചേക്കണത്? ചുമ്മാ മനുഷ്യനെ പറ്റിക്കാനായിട്ട്. തുറക്കവും ഇല്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടാ? അവിടെ ഒന്നുമില്ല. തുറ കഥവ്, കഥവ് തുറ. ഈ റൂം എവിടെയാണെന്ന് പോലും എനിക്കൊരു ഐഡിയ കിട്ടണില്ല. അത്രയ്ക്ക് വലിയ ലൂപ്പിലാണ് നമ്മൾ. ഓക്കെ, താമര. താക്കോല് കണ്ടുപിടിക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേത് റൂം? ഈ റൂം ഞാൻ നേരത്തെ വന്നു. റൂമോട് റൂം കേട്ടാ. റൂമിന്റെ അയ്യര് കളി ഇവിടെ. അതെന്തരത്? ഇതൊക്കെ എന്തരടേ? ഇതൊക്കെ ഇവിടെ ഒന്നും ഉണ്ടാടേ. ഈ ഭ്രാന്താവണം. വിശക്കണം എനിക്ക്. അയ്യോ, ടോർച്ച് അടഞ്ഞു പോയി. അയ്യോ, മണ്ണെണ്ണപ്പാട്ട തീർന്നേ. ഓക്കെ, പക്ഷെ ഇപ്പം എനിക്ക് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം എൻ്റെ ഒരു ലൈറ്റർ ഫ്ലൂയിഡേ ഉള്ളൂ. സോ എന്നാലിത് വല്ലാതെ ചതിയായിപ്പോയി താമരാക്ഷം പിള്ളേ.
കണ്ടാ ഇതിലേക്കൂടെ കയറണം. എനിക്കിപ്പോൾ അറിയാം എന്തൊരു ചെയ്യണമെന്ന്. നമുക്കിനി ബാക്കി നാളെ കളിക്കാം ഗൈസ്. ഓ എൻ്റെ എരണം കെട്ട മൂദേവി. ഓഫ് ഈ സോന അയ്യോ ദൂരം കളിച്ച് പോയതാണ് ഗൈസ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് മതി, ബാക്കി നാളെ സെറ്റാക്കാം ഗൈസ്. ലോഡ് ടോർച്ച് ഓയിൽ, അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി. ടോർച്ച് ഓയിൽ ഉണ്ടല്ലോ ഗൈസ്, അത് തീർന്നാൽ നമ്മൾ തീർന്നു. വേണ്ട, ഇപ്പം നമ്മുടെ കളക്ഷനിൽ ഒരെണ്ണയും കൂടെ ഉള്ളു. അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിം തോറ്റു എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പം ഇത് വെച്ചിട്ട് ഇന്നലെ ഞാൻ ഇവിടെ ഒരു വാതിലുണ്ട്, അത് ഇന്നലെ ഞാൻ മിസ്സാക്കി. എന്താ അവിടെ ഒരു സൗണ്ട്? ആ വൃത്തികെട്ട യക്ഷി വീണ്ടും വന്നതാണോ? അല്ലേ, ഇവിടെ ആരുമില്ല ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടെ വീഞ്ഞ് പാർട്ടി ആരോ നടത്തിയിട്ടുണ്ട്. ആ കണ്ട ഗൈസ്, ഇത് ഇന്ദിരിയുടെ കണ്ണാടിയാണ് നമ്മൾ കളക്ട് ചെയ്ത്. കണ്ട നമ്മൾ ഈ കണ്ണാടി ഊരി വെച്ചിട്ട് എവിടെ പോയി ഗൈസ്? അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ഇവിടെ ഇരിക്കുകയായിരുന്നു, അത് താഴെ കിടക്കുകയോ വലിച്ചു പൊട്ടിച്ചതോ അല്ല. അവൾ കോൺഷ്യസ് ആയിട്ട് ഇവിടെ വന്ന് ഇരുന്നതാണ്. ഏടി പട്ടി. എന്നിട്ട് കണ്ണാടി ഊരി വെച്ച് ഇവരുടെ കൂടെ ഇവിടെ ഇരുന്ന് വൈൻ കുടിച്ച്, എന്നിട്ട് ചെറ്റ കാണാനില്ലെന്നും പറഞ്ഞ് എന്നെ ഈ ഭാർഗവി നിലയത്തിലോട്ട് വിളിച്ച്. ഇതാണ് ഇവിടെ സംഭവിച്ചത് സുഹൃത്തുക്കളെ. ഓക്കെ, അവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു സൊനാപ്പി കൊണ്ടു നമ്മൾ കയറ്റണം കേട്ടോ. അപ്പോൾ ഇത് ഓർത്തോണേ, ഇത് 2nd ഫ്ലോറിലാണ്. ഞാൻ മറന്നാലും നിങ്ങൾ ഓർക്കണേ ഗൈസ് ഈ സൊനാപ്പി. കാരണം നമുക്ക് ആണ്ട ഗൈസ് മണ്ണെണ്ണ തീർന്നു. മണ്ണെണ്ണ കയറ്റട്ടെ, മണ്ണെണ്ണ കയറ്റി. ഇതിൻ്റെ അതിന് ഒരു തേങ്ങാ പിണ്ണാക്കുമില്ല. ഓക്കെ, ഇതിവിടെ തുറക്കാൻ പറ്റാത്ത ഒരു സൊനാപ്പി ഉണ്ട്. ഇതും അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ താക്കോലില്ല ഗൈസ്. അപ്പോൾ അവിടെ നിന്നും പോവാം. അപ്പോൾ ഇതും ഇവിടെയാണ്, ഇതിൻ്റെ അടുത്താണ്. മറന്നുപോലെ ഗൈസ്. ഓ എൻ്റെ പൊന്നമ്മച്ചി ഗൈസ്, ഇന്നലെ ഞാൻ പേടിച്ച് ഇവൻ പേടിപ്പിക്കും കേട്ടോ. ഓ എനിക്കറിയാവേ അത് പേടിപ്പിക്കുമെന്ന്. എന്നിട്ട് ഞാൻ പിന്നെ എന്തിനുണ്ടാക്കാനാണ് പേടിച്ചത്? പാട്ടി ഗൈസ്. 1984 LED അടങ്ങിയ കഥകളി ആരാണ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയണം. ഓക്കെ, ഇന്ദിരേ കണ്ട തൊഴിൽ വെച്ചിട്ട് പോയേക്കാണ്. ആ രാത്രി ഈ മുറി മാത്രം എല്ലാം കണ്ടിരുന്നു. അതിൻ്റെ നിശബ്ദത ഇന്നും ഇവിടെ ജീവിക്കുന്നു. ആയിക്കോട്ടെ. എന്തരായിരിക്കും ഈ രാത്രിയിൽ ഈ മുറി കണ്ടത്? ഇവിടെ എന്താ സംഭവിച്ചത്? കട്ടിൽ നിറയെ രക്തം, നിറയല്ല 3 പാട്. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ അകത്ത് കയറാൻ പറ്റുമോ നമുക്ക്? എന്നാലും ഞാൻ ഇതൊക്കെ ശ്രമിച്ചതാണ്, ഒന്നുമില്ല അവിടെ ഒന്നും നമുക്ക് കയറാൻ പറ്റൂല ഗൈസ്. ഇതൊക്കെ എന്തൊരു കാട്ടുമാറാണ്ടി വലിയ വീട് ഗൈസ്. ഇത് മണ്ണെണ്ണ ഉണ്ട്, എടുത്തോ മണ്ണെണ്ണ. ഇതില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ചത്തത് ഗൈസ്. നമ്മളൊരു ബാൽക്കണി വഴിയാണ് ഇവിടെ കയറിയത്, നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് പടിക്കെട്ടുമുണ്ട്. ഇത് താഴെ പോകുന്നതായിട്ടുള്ള സ്പേസാണ് കേട്ടോ. പടിക്കെട്ടിറങ്ങി താഴെ വന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല. ഇവിടെയും ഒന്നുമില്ല. വെറുതെ ഒരു റൂം ഇങ്ങനെ അവന്മാർ ഇട്ടേക്കോ? സാധ്യത വളരെ കുറവാണ്. അയ്യോ ടോർച്ചണഞ്ഞേ, മണ്ണെണ്ണ ഒഴിക്കട്ടെ. ഓക്കെ, മണ്ണെണ്ണ ഒഴിച്ചു തിരിച്ച് എക്സ്പ്ലോറേഷനിലേക്ക് ഇറങ്ങാൻ നമുക്ക്. ഇതല്ല ഇപ്പോഴല്ലേ ഇവിടെ വന്നു. ഞാൻ കണ്ണ് തുറന്ന് പോടാൻ അങ്ങോട്ട്. ആരോ കരയുന്ന സൗണ്ടല്ലേ ആ കേട്ടത്? ഇന്ദിരേ ഇത് ഇവിടെ ഇരുന്ന് മോങ്ങണേ ഇവള്. ഇന്ദിരേ ആണ്ട പിന്നെ നിങ്ങൾ കേക്കാവോ കരച്ചില്? ഇത്തരത്തൊന്നുമല്ലോ ആണോ? കാര്യമായിട്ട് കരയാനുണ്ടല്ലോ. ഇന്ദിരേ എൻ്റെ പൊന്ന് പ്രണം കെട്ട മൂദേവി, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാ.
അല്ലാതെ ഒളിച്ചിരുന്ന് മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഇടിയേയ് ഇതിരേ കാണാനില്ല കേസ്. ഇന്ദിരേ ഇത് എവിടെ നിന്നപ്പം മോങ്ങണ സൗണ്ട് കേട്ടത്? ഇന്ദിരേ ഓ എന്തോ അപ്പം എൻ്റെ പേര് മാധവൻ എന്നാണ് കേട്ടാ. കണ്ണ് കണ്ടുകൂടാ പെണ്ണ ഇപ്പോഴൊന്നും വരല്ലേ. വെള്ളം നിറച്ചോ എണ്ണ നിറച്ചോട്ടിയേ. നോ ടോർച്ചിൻ്റെ എക്യുപ്മെന്റാ. ടോർച്ച് എവിടെ പോയി? അപ്പോ ഇത് ആരാ ഇവിടെ കൊണ്ടിട്ടത്? ചാടി വരല്ലേ എടാ പട്ടി. ഓ പാട്ടിച്ചേറ്റ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അവളുടെ അമ്മായിയമ്മയെ കെട്ടിക്കാനായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടൻ വല്ലതും ആയിരിക്കണം. നിന്നെ വലിച്ചു കീറി കേട്ടല്ലേ ചുമരെ ഒട്ടിച്ചരാ. ഇവിടെ ഒന്നും ഒരു തേങ്ങ പുണ്ണാക്കൂല. ഇന്ദിരയില്ല ഒരു പുതിരയില്ല മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അവളുടെ അമ്മൂമ്മേരെ മാധവൻ. ഇതൊരു ഭയങ്കര ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. എന്നാൽ ഇതിൻ്റെ ലൊക്കേഷനുകളൊക്കെ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഇതൊക്കെ എവിടെയൊക്കെ ആരൊക്കെ ഇരിക്കണമെന്ന്. വീണ്ടും നമ്മൾ മേളിലെത്തി. എന്തിനു മേളിൽ വന്ന വീണ്ടും? ഇവിടെ എന്തിനുണ്ടായിട്ടാണ്? നിരേ ഓഹ് ഓക്കെ. നമ്മൾ ഇവിടെ നിന്ന് ഒരു പടിക്കെട്ടുണ്ടായിരുന്നല്ല. ആ പടിക്കെട്ടിറങ്ങി താഴെ പോവാം. മേളിലും താഴെയും കയറി നടക്കണമല്ലാതെ. ലൈറ്റ് എന്ത് സൈഡ്? ഓ അവൻ കൊള്ളാം കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്കറിയായിരുന്നു ഗൈസ് ഈ എണ്ണം കെട്ടവള്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്ത ലൈറ്റ് ഓഫ് ചെയ്യാനും കൂടെ. എന്നാ നിനക്ക് ഈ വഴി വന്നൂടെ? ഇപ്പം ചാവും ഗൈസ്. എന്തൊരു വലിയ ചന്ദനാദി ലേഹ്യം വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. കുറച്ച് തിന്ന ധൈര്യത്തിന് നല്ലതാണ്. എൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നിലച്ച് പന്ന പട്ടിയൊക്കെ ഉണ്ടാകും. ആ താമര എത്തി. ഈ താമര കണ്ടുപിടിക്കാൻ എത്ര നേരം നടന്നെന്നറിയാമോ? നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഊഫ് എൻ്റെ പൊന്നുദേവി. നോട്ട് വായിക്കാം നമുക്കിനി. 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗങ്ങൾ ഇല്ലാതെ ഇത് തുറക്കില്ല. അവ ഇവിടെ തന്നെ ഉണ്ട്. ആയിക്കോട്ടെ. ഇനി 4 താമര കണ്ടുപിടി. പോവാ നമുക്ക്. പാ. ഒരു കഥകളിയുടെ പെയിൻറ്റിങ്ങിൽ എങ്ങാണ്ട് ഒരു താമര ഇരിക്കുന്നതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട് കേട്ടോ ഇന്നലെ. ആ അതെ, ഒരു പോറ്റിയുടെ പെയിൻറ്റിങ്ങിൽ ഇവിടെ താമര ഉണ്ടായിരുന്ന ഗൈസ്. ഓക്കെ, ഇത് വീടിൻ്റെ ഫ്രണ്ട് ഏതാണ്? ഇതാണെന്ന് തോന്നുന്നു അല്ലേ വീടിൻ്റെ ഫ്രണ്ട്? വീടിൻ്റെ ഫ്രണ്ടൊന്നും ഇല്ലേ? ഇതെന്താ കൊട്ടത്തേങ്ങയോ? ഹോമം വേണം. ഇവിടെ ഒന്നുമില്ല. റൈറ്റിലോട്ട് പോയി. ആ കണ്ട കൈസ്, താമര കിട്ടി. അതിൻ്റെ കൂടെ മണ്ണെണ്ണയും കിട്ടി. വാ താമര, വാടാ. വരൂലേ? ആ വന്നു. ഇനി പുല്ല് ഇത് കൊണ്ട് അതിൻ്റെ അകത്തുണ്ടാക്കണം. ഇതൊക്കെ എങ്ങനെ കൈസ് ഞാൻ വഴി കണ്ടുപിടിച്ചേക്കണം. എവിടെ കൂടെ ഞാൻ ഇപ്പോൾ വന്നത്? തുറക്കാൻ പറ്റൂല കേട്ടോ. താമര പോവരുത്. താമര യു ഡോണ്ട് ഗോ. മരപ്പലക, മരപ്പാഴുകൾ. ഇതേതോ കൊച്ചിൻ്റെ റൂമാണെന്ന് പറഞ്ഞാൽ ടൈസ്. ഇതെന്താ അവിടെ ഒരു പൊത്തലൊക്കെ? ഓക്കെ, ഇതുകൊണ്ട് ആദ്യം വെക്കട്ടെ ഞാൻ അവിടെ. ഇവിടെ എന്തോ വലിയ പൂജ നടന്നിട്ടുണ്ട്. ആ കിട്ടി. വാ മനെ ബാ. ആ ഓക്കെ, ഒരെണ്ണമായി.
മാറിയിരി കസേര അങ്ങോട്ടാ ഇങ്ങോട്ടാങ്ങാനും. ഒരു മനുഷ്യ തപ്പാൻ പോണത് കണ്ടുകൂടെ നിനക്ക്? ഇവിടെ ഒന്നുമില്ലല്ലോ. എൻ്റെ അടിയിലും അല്ലോ. ഇല്ലോ ഞാനതൊരു ഓക്കെ. ഈ വീട് നിന്നെ മറന്നിട്ടില്ല ഗൈസ്. നമുക്ക് ഈ വീടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അയ്യോ ഇനി 5 ഇതേ ഉള്ളു കേട്ടാ. 1 തീരണതിന് മുന്നേ പോകട്ടെ. ഇല്ലെങ്കിൽ തെണ്ടി പോവും. വാതിലും തുറക്കൂല. പോവാതല്ലേ. ആ ബോള് കിട്ടി. അയ്യോ അടിച്ച് കളയല്ലേ. പോടാ അവിടെ നിന്ന്. ഓ ഈ ബോള് ഞാൻ എന്തൊരു ഇനി അതെവിടെയാണ്? ഇവിടെ എങ്ങാണ്ടല്ലായിരുന്ന? ഗൈസ് ആ താമര താണ്ടയക്കണം. പിള്ളേരുടെയൊക്കെ റൂം ഇവിടെ ഇല്ലായിരുന്ന? ഇതെടുത്ത് ഇൻവെന്ററി വെക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഈശ്വര ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായ ഗൈസ് ഈ ഗെയിമിൽ ഞാൻ എങ്ങനെയാണ് മരിക്കാൻ പോണേന്ന്. വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ ദയനീയമായ ഒരു അന്ത്യമാണ് എനിക്ക് വേണ്ടി ഈ ഗെയിം കരുതി വെച്ചേക്കുന്നത്. ഈ വഴി പോവാ. അയ്യോ അയ്യോ ആരോ എന്റെ കാല് വാരി. എടി പട്ടി യക്ഷി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വഴി കാണിച്ചു തന്നിട്ട് നീ കൊണേടിയടി. അവളുടെ കിണിയും എന്നെ വഴിയും തെറ്റിച്ച്. ഇതായിരിക്കും കിഡ്സ് റൂം. ചൈൽഡ്സ് വിഷ് റിട്ടേൺ ദ ബോൾ ടു ദ ബോയ്. ഇവിടെ ബോയ് ഇവിടെ ഇട്ടാ മതിയാ? ഒരു താക്കോലും കിട്ടി. എന്റെ പൊന്ന് ഗൈസ്. താമര ഒരു താക്കോലും. എന്തൊരു സമാധാനം. എവിടെയായിരുന്നു ഇനി ആ താമര റൂം? ഒരു മൊത്തം കിട്ടണല്ലോ ഗൈസ്. ഇവിടെ താമരയുള്ള റൂം കിട്ടി. താമരയുള്ള റൂം കിട്ടി. ഓക്കെ. ഇനി 2 താമരയോടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ച് ഗൈസ്. മണ്ണെണ്ണ തീരെ ഉള്ളു നമ്മുടെ കയ്യിൽ. പെട്ടെന്ന് പോയി അടുത്തതും കൂടെ തപ്പട്ടെ. ഗൈസ് ഇവിടെ ഒരു സീക്രട്ട് പൊത്തൽ. ഇന്നലെ നമ്മൾ ഇവിടെ പോയിരുന്നു കേട്ടാ. ലിവർ ഇവിടെ എന്ത്? ഇത് നമ്മൾ ഇന്നലെ കണ്ട സാധനമാണ് കേട്ടാ. ശരിയാണ്. അയ്യോ ഓക്കെ. ഇനി ഇത് കൊണ്ടുപോയി ഇത് എവിടെയായിരുന്നു നമ്മൾ വെച്ചത്? ഇതെവിടെയാണ് ഗൈസ് വെക്കേണ്ടിയിരുന്നത്? അതെവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. പുലി ഞാൻ ഇത് എവിടെയൊക്കെ ഗൈസ് വന്ന് നിക്കണത്? പടി. ഇത് കളഞ്ഞിട്ട് പോകാൻ പറ്റൂലല്ലോ. എന്റെ പൊന്നമ്മച്ചി. ഇതും തുറക്കൂലേ? എന്റെ പൊന്നമ്മച്ചി എന്തൊരു കഷ്ടമാണിത്. ഇവിടെയാണ് ഒരു ആദ്യം 1 നമ്മുടെ പൊണ്ടാട്ടിയുടെ ബാഗ് കിട്ടി ഗൈസ്. സാധാരണഗതിയിൽ അവള് ബാഗ് കളഞ്ഞിട്ട് പോണല്ല. അപ്പം ഗൈസ് ഇവിടെ ഒരു താമര ഉണ്ട് കേട്ടാ.
വാടാ, ഇതെന്ത് വരൂലേ? ബാടാ മോനെ, ബാ ബാടാ. ആ ഓക്കെ, ചക്കര ബാ. നമുക്ക് താഴെ പോവാം കേട്ടാ. ഈ റൂമിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ എന്തോ ഒരു വൃത്തികെട്ട സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ആ റൂമിൻ്റെ ടൂർ കഴിഞ്ഞു. ഇനി എങ്ങനെ താഴെ എത്താമെന്നുള്ള റിസർച്ചിലായിരിക്കും നമ്മൾ. മൂന്നാമത്തെ താമര. അയ്യോ, ഇങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട്. അമ്മച്ചോ ഗൈസ്, നമ്മൾ അതീവ സക്സസ്ഫുള്ളി 3 താമര നമ്മൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത താമരയും മേളിലായിരിക്കുമോ? ഒരു താക്കോല് നമുക്ക് കിട്ടി. അത് എവിടത്തെ താക്കോലാണെന്ന് അറിഞ്ഞൂടല്ലോ. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു ആ റൂം. ഇതല്ലേ ആ റൂം? ഇതല്ല ആ റൂം. ഇതിൻ്റെ അടുത്ത് എവിടെയോ ആയിരുന്നു ആ റൂം. എന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഈ PSC പരീക്ഷ ഞാൻ പഠിച്ചിരുന്ന ഇതിലും പെട്ടെന്ന് പാസ്സായന. അയ്യോ ഗൈസ്, ലാസ്റ്റ് 2 മണ്ണെണ്ണയിലോട്ട് എത്തിയിരിക്കുകയാണ്. എത്തി. ഓക്കെ, ദി കയറി മേളിൽ ചെന്ന് തുറക്കണില്ല. അയ്യോ, കീ തുറന്ന്. പന്തം കത്തിച്ച് ആഘോഷിക്കടാ സോമ. യെസ് സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ വിജയം. ഓക്കെ, നമ്മൾ മേളില് ഇതുവഴി നമ്മൾ മേളിൽ കയറി വന്നേക്കാണ്. എന്നിട്ട് ഇവിടെ എന്തിനുണ്ടോ നോക്കട്ടെ. പെട്ടെന്ന് അറിയടാ, സമയമില്ല. പന്തം തീരണതിന് മുന്നേ. ഓ മണ്ണ, ഓ താമര, the 4th and final താമര നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു വാതിലുണ്ട്, താമര എടുക്കാൻ പറ്റും. അതിന് മുന്നേ വാതിലിനകത്ത് എന്തിനാണ് ഞാൻ തപ്പി നോക്കട്ടെ ഗൈസ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത്. ഇനി ഇത് തുറക്കാൻ നിന്റെ അച്ഛൻ വരുമായിരിക്കും അല്ലേടാ? എന്തിനടാ നീയൊക്കെ അവിടെ? എനിക്ക് വയ്യ ഗൈസ്. ഇതെന്താ ഇവിടെ? താമര എടുത്തോണ്ട് വരാം. ചിലപ്പോൾ താമര മറന്നു പോയാലേ. ബാ താമര. BJP ഇതിൻ്റെ അകത്തൊക്കെ എനിക്ക് അവൾ ഇരിക്കണം കേട്ടോ മിക്കവാറും. ഇതൊന്നും തുറക്കൂല ഗൈസ്. നമുക്ക് മര്യാദയ്ക്ക് താഴെ പോവാം. താമരയും കൊണ്ട് കിട്ടിയ താമരയും വെച്ച് താഴെ പോവാം. ഇങ്ങനെ താഴെ പോകാനുള്ള വഴി മറന്നുപോയി. ഓക്കെ, പോ താമര. പഠിച്ച് ഞാൻ എക്സ്പെർട്ടായി. ഓക്കെ, ഇനി ഈ താമര കൊണ്ട് താഴെ പോട്ട്. എന്നിട്ട് ഇങ്ങോട്ട് പുതിയതായിട്ടേ ഗെയിമിംഗ് ഒക്കെ കണ്ടല്ലോ ഗൈസ്. സ്ഥിരമായിട്ട് കളിക്കണ ആരെങ്കിലും ഒക്കെ ഇത് കാണണമെങ്കിൽ അവര് അല്ലെങ്കിൽ ഗെയിം കാണുന്ന ആരെങ്കിലും ഒക്കെ വരണമെങ്കിൽ വഴി കണ്ടുപിടിച്ചതിനൊക്കെ ഇത്ര വലിയ ആഘോഷം എന്നൊക്കെ വിചാരിക്കട്ടാ. ഇത് പാവപ്പെട്ടവന്റെ ഗെയിമിംഗ് ചാനലാണ് സുഹൃത്തുക്കളെ. അയ്യോ, വീണ്ടും വഴി മാറിപ്പോയി. അതെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് പാവപ്പെട്ടവന്റെ ഗെയിമിംഗ് ആണ്. ഇതിനകത്തൊരു വഴി കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക്. അയ്യോ, ഇവിടെ എവിടെ അല്ലായിരുന്ന മറ്റേ ഇത്? താമര മുറി എവിടെ സുഹൃത്തുക്കളെ? BJP കയറട്ടെ. 4ാമത്തെ താമര കൊണ്ട് വരികയാണ് എൻ്റെ പൊന്നെ ഈശ്വരാ. ഓ, ആദ്യം കഥ തീർന്നതിന് മുന്നേ ഇത് ഞാൻ കൊളുത്തിട്ട്. ഗെയിം സേവ്ഡ് ആയി ഗൈസ്. ടോർച്ച് അണയ്ക്കാം. അയ്യോ, ഒന്നും കണ്ടുകൂടും. ടോർച്ച് അണയ്ക്കണ്ട. ഈ ഒരു താക്കോലിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. മണിച്ചിത്ര താഴു റൂം കീ ആഡഡ് ടു ഇൻവെന്ററി. തയോട്ടി, നമുക്ക് താമര കിട്ടി, താക്കോല് കിട്ടിയടാ. ഓക്കെ, ഇത്രയും ഹാർഡായിട്ടുള്ളൊരു ഗെയിം ഉണ്ടാക്കി ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ കാണട്ടെ. ഞാൻ പിച്ചു അമ്മാരാ, ഞാൻ പിച്ച് പൂച്ചു. അയ്യോ, ആ റൂമിന് എവിടെയാണ് പുല്ല്? ID സാസാ. ഇവിടെ എങ്ങാണ്ട് ഒരു പടി ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഇവിടെ അല്ല. ആണ്ട ഇവിടെ. എടി കാട്ടുമാറാണ്ടി യക്ഷി, എന്നെങ്കിലും ഈ ഗെയിം തീർത്ത് നിന്നെ തളച്ചിട്ടേ ഇനി എനിക്ക് ടോർച്ചും തീർന്നു പോവേണല്ലോ. അയ്യോ, ഓക്കെ, മേളിൽ കയറി. ഇന്ദിരേ,
ഇത് കഴിഞ്ഞ ഉടനെ ഡൈവേഴ്സ്. മേലെ എൻ്റെ കമ്പട്ടത്ത് വന്നു പോയത് നീ പാട്ടീശ്വര. എവിടെയാണ് ആ മണിച്ചിത്രത്താഴി കയറ്റാനുള്ള പൂട്ട്? മനുഷ്യൻ്റെ നല്ല ജീവനും പോയാ. ഇത് എന്നാന്ന് വേണം ഗൈസ്. അല്ല ഇത് മറ്റേ ആന റൂമല്ലേ? ഇത് മറ്റേ ലിവർ പിടിച്ചാൽ തുറക്കണ സാധനമല്ലേ ഇത്? മണിച്ചിത്രത്താഴ് എവിടെയടേ? എനിക്കാണെങ്കിൽ ഇപ്പോൾ പോവാനും പേടി. ഈ എറണാകുളവൾ എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഹൃദയാഘാതം വന്ന് ഇവിടെ വീണ് കഴിഞ്ഞാൽ എന്നെ ആര് ആശുപത്രി എടുത്തോണ്ട് പോകും? അങ്ങോട്ട് പോകരുത്. ഇത്രയും കഷ്ടപ്പെട്ട് മേളി വന്നിട്ട് താഴെ പോണോ? അയ്യോ തുറന്ന് ഗൈസ്. ഇതാണോ ആ നാഗവല്ലി? എന്തിനെവിടെയാടി? ഇതെന്തരുത്? ആട്ടും തലേ. ഇവിടെ ആരാ ആട്ടും കറി വെച്ച് തിന്നിട്ടുണ്ട്? ഒരിക്കൽ ഞാൻ എന്തായിരുന്നു എഴുതി കാണിച്ച കൈസ്? ഞാൻ അത് വായിക്കപ്പെട്ടു. ഒരിക്കൽ ഞാൻ റൂമിനകത്തൊന്നുമില്ലേ? ഒരിക്കൽ ഗൈസ് അതൊക്കെ എവിടെ പോയി ഗൈസ്? ആ ലെറ്റർ ഒന്നും വായിക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ നിന്നെ മുന്നേ തീർത്തിട്ടുണ്ടെന്ന് അങ്ങനെ എന്താണ് ഞാൻ വായിച്ചത്. ഓ അവളുടെ പാവ പൊട്ടം മരിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. ശരി എത്ര മണ്ണെണ്ണ? ഒരു മണ്ണെണ്ണ ഉള്ള ഇനി ബാക്കി. പെട്ടെന്ന് പോടാ. ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇത് നമ്മളാണ്. ഒരിക്കൽ ഞാൻ നിന്നെ അവസാനിപ്പിച്ചു ഇനിയും ചെയ്യാം. നീ ഇങ്ങോട്ട് പാടി. അവളാ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോ ടോർച്ച്. ടോർച്ച് എവിടെ പോയി? ടോർച്ച് ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന് പോയാ? അഗ്നിഹോത്രം പാവദഹനം പാവദഹനേ നന്ദുവോ നന്ദദഹ്യതേ നദുമായ പ്രതിമ എന്തരത്? ഇവിടെ റിച്വൽ നോട്ട്. ഫയർ വിൽ പ്യൂരിഫൈ എവറിത്തിങ്. കത്തിച്ച് കളയണമെന്നാണ് അത് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. വേറെ വല്ലതും ഉണ്ടായില്ല? ഇല്ല. പോക്കോ. ഓ അയ്യോ ഇതാണ് നന്ദു. വേണ്ട ഗൈസ് പാവേന്ന് ഉയർന്നു വന്നേക്കണ വേണ്ട ചുഴലിക്കൊടുങ്കാറ്റായിട്ട്. ദ ഡോൾ ഈസ് ഹെർ പ്രിസൺ. ഫയർ വിൽ എൻഡ് ഹെർ. Burn it until only ash remains. She will cry like a child, but do not stop. Only then will the curse break. കത്തിച്ച് പണ്ടാറടക്കിയാലേ. നമ്മുടെ ടോർച്ച് എവിടെ പോയി? കർസർ
ഇത് നമുക്ക് വേണോ ഗൈസ്? ഇന്ദിര കമ്പ്യൂട്ടറിന്റെ അകത്തല്ലേ? നമുക്കിപ്പോ ഇന്ദിര ഉണ്ടെങ്കിൽ എന്ത്, ഇന്ദിര ഇല്ലെങ്കിൽ എന്ത്, നമുക്കത് വേണോ? എന്തോരം ഭംഗിയുള്ള പെയിന്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നല്ലേ? ലെറ്റർ എടുത്ത് വായിക്കാനാ. ആ ശക്തിയെ ഒരിക്കൽ ഇതിലേക്കാണ് ബന്ധിച്ചത്. ഓർമ്മയില്ലായിരിക്കാം, വഴിയേ എല്ലാം മനസ്സിലാകും. ഗൈസ്, ഇനി നമ്മൾ അടുത്തത് മുതൽ ഇങ്ങനത്തെ ഗെയിംസ് നിങ്ങൾ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണ്ട. സജസ്റ്റ് ഇതിനെങ്ങനെയും കത്തിക്കാൻ പറ്റുമോ? ടോർച്ച് കൊണ്ട് ഒട്ടിക്കട്ടെ? കത്തിപ്പോ. കത്തൂല. ഇതിനെ എവിടെ കൊണ്ടിട്ട് കത്തിക്കും? പിന്നെ ഞാൻ മെഴുകുതിരി കൊണ്ടുവയ്ക്കുവോ? ഇതിനെടുത്തോണ്ട് പോണോന്ന് തോന്നല്ലേ? അപ്പം എന്തോ നേരത്തെ മനഃപൂർവ്വം പാട്ടി എൻ്റെ ടോർച്ച് മാറ്റിയതാണ്. എവിടെ പോയി? വാ പാവേ. വേണം വേണം, വല്ലാത്ത ഹോമം വേണം. ഇത് എവിടെ കൊണ്ടിടും ഗൈസ്? ഇത് ഹോമകുണ്ടം. അത് താഴെയല്ലേ? ഇനി താഴോട്ടിറങ്ങാനുള്ള വഴി കണ്ടുപിടിക്കണമല്ല. ലൈറ്റ് ഇല്ല. ഏത് നിമിഷങ്ങൾക്കുള്ളിലും ലൈറ്റ് തീരുന്നതായിരിക്കും. താഴോട്ടിറങ്ങാനായിട്ടുള്ള പടിക്കെട്ട്. തുറക്കണമില്ല. അല്ലല്ല ഗൈസ്, എൻ്റെ റിലേ പോയെന്ന് തോന്നാട്ടോ. മറ്റേ കിണാപ്പിയെ കണ്ടതിന് ശേഷം എനിക്ക് വഴി പോലും ഓർമ്മ വരണില്ല. അല്ലേ പിന്നെ വഴി ഞാൻ ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയായിരുന്നല്ല. അതല്ല ഗൈസ്, ടെക്നിക്കലി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഡോർ പ്രാതം പൂട്ടിയാ. ലാഡർ എവിടെ? ഇവിടെ ഇരി. എടാ നീ എന്തിനടി? എന്ത്? അയ്യോ പാവ. പാവ വയ്യാത്തൊരു പാവ. വന്നാണ് നീ. എന്ത് വരാത്തത് പുല്ല്? അപ്പൊ തീരും കേട്ടാ ഗൈസ്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് എങ്ങോട്ടാണ് പോണ്ടേന്നുള്ള വഴി മനസ്സിലാവണല്ലോ എനിക്ക്. ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരൊറ്റ മണ്ണെണ്ണയും കൂടെ ഉള്ളത് നമ്മുടെ കയ്യിൽ. ഓയ്യോ, ഇതാണ് എഴുതി വെച്ചിരുന്നത്. ഒരിക്കൽ ഞാൻ നിന്നെ അവസാനിപ്പിച്ച് വീണ്ടും നീ ഒലത്തു അടി. എന്നെ പേടിപ്പിക്കും അല്ലേ നീ? എന്നെ എൻ്റെ ഓഡിയൻസിനെ പേടിപ്പിക്കും അല്ലേ ഗൈസ്? എൻ്റെ പ്ലാൻ അതാണ്. പ്രേതത്തിന് ഇന്ദിരിക്ക് കൊടുത്തിട്ട് തൊഴി കയറാം അല്ലേ? മതി. മേലോട്ട് എറിയാൻ പറ്റുമോ?
ഇത് പോണ്ട കേട്ടാ മേളിലോട്ട്. ഒന്ന് പോടാ. നമുക്കേ ഈ ബൊമ്മ ഇവിടെ ഇട്ടിട്ട് താഴോട്ട് പോയൊന്ന് റൂട്ട് നോക്കിയിട്ട് വന്നാലേ? അത് കണ്ടുപിടിക്കണം അല്ലേ? ആ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് എൻ്റെ അടുത്താണ് കളി. ഈ പാവയിൽ ഈ പാവയുടെ അച്ഛൻ പാവ വരെ അയ്യോ ഒന്നും കാണാനില്ല. എവിടെടാ പട്ടി നീ? ആ വാ ഗൈസ്, ഈ ടോർച്ചും കൂടെ അണഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കേട്ടാ നമ്മള്. ഇല്ല ഇപ്പൊ കാണൂല ജംപ് സ്കെയർ. എൻ്റെ ബലമായ വിശ്വാസം നമ്മൾ എവിടെയെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കും. ഇതിപ്പോഴും തുറക്കൂലേ? ആർക്ക് വേണ്ടി പൂട്ടി വെച്ചേക്കണ എടി നീ? ഓ മൈ ഗോഡ്, അണയല്ലേ ടോർച്ചേ. എവിടെ എത്തി നമ്മള്? ആ ഡൈനിങ് റൂം. ഓക്കെ, ഇനി ഹോമകുണ്ടത്തിലോട്ട് പോകണം അല്ലേ? ഇവിടെ കിടക്കേ തൽക്കാലം. നീ ഒലത്തുവടി. ബൊമ്മ എവിടെ? എന്റെ പൊന്നു വടുവ യക്ഷി. എന്തൊരു കേസ്, എന്നെ ലൂപ്പിലാക്കി കളയണം. എനിക്കൊന്നും മനസ്സിലാവണം. ഞാൻ എവിടെ എത്തി? ഈ എറണാകട്ട മൂദേവിയെ കൊണ്ട് വലിയ ശല്യമാണല്ല. എവിടെയായിരുന്നത്? വഴി നോക്കാനും എനിക്കിപ്പോ ടെൻഷനായല്ല. പെട്ടെന്ന് പോടാ. സേവായി, ഗെയിം സേവായി. എനിക്കറിഞ്ഞൂടാ. അയ്യോ ഇന്ദിരിയാണാ? അല്ല അല്ല, ബൊമ്മ എവിടെ? ഇതൊക്കെ എന്തൊരു കേസ് ഇതൊക്കെ. സേവാ എന്തായാലും, അത് ഭാഗ്യമായിട്ടാ. കയ്യില് ചുമന്ന ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഗൈസ് അത് കാണാനില്ലല്ലോ പൊമ്മ. ഇവിടെ അല്ലല്ലേ. ഞാൻ എന്തൊരു ചെയ്തിട്ടാണ് യക്ഷി നീ എൻ്റെ അടുത്ത് ഇതൊക്കെ കാണിക്കണത്? ഞാൻ ഒരു പാവ യൂട്യൂബറാണ്, എന്നെ ഒന്നും ചെയ്യരുത്. പോടി പോടി പരട്ട ചെറ്റേ, പട്ടി നാറി, തിരിച്ചു പോ.
ഇത് തീരാണല്ലേ ഇത്. ഈശ്വരാ എന്റെ ആത്മാവിന് ശാന്തി കൊടുക്കണേ. ഇങ്ങനത്തെ ഗെയിം ഉണ്ടാക്കണവന്മാർ എന്ത് സാഡിസ്റ്റ് ആണല്ലേ. നമ്മൾ നിക്കാൻ പാടില്ലായിരുന്നു ഗൈസ്, നമ്മളെ കൊല്ലും ഇത്. ഞാൻ വിചാരിച്ചിട്ട് ഭാര്യയുടെ പ്രാതം വല്ലതും ആണെങ്കിൽ അതുകൊണ്ട് സ്നേഹം തരുമെന്ന് വിചാരിച്ച് നിന്ന് നോക്കിയതാണ്. ഇല്ല നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിടത്തൊന്നും പിന്നെ തുടങ്ങിയൊക്കെയാണ്. എനിക്കറിയാം ഗൈസ്, ഇപ്പൊ പ്രേതം വരും, ഞാൻ പേടിക്കൂല കേട്ടാ. ഓടിക്കോടാ പ്രേമ, എനിക്ക് ദേശത്തെ വഴി അറിയില്ലടാ. എടാ ഓടടാ, എടാ വെണ്ടേ ഓടടാ. അയ്യോ അയ്യോ, ഈ ഭൂദേവി എല്ലാം വക്കെന്നും പറഞ്ഞേ. അതൊരു സൈഡിൽ എന്തോ ഞാൻ കണ്ടു. അമ്മച്ചി അവളുടെ അമ്മ കെട്ടിക്കാനായിട്ടുള്ള മൂഞ്ചിയും കൊണ്ട് വന്നേക്കാണ്. ഇത്രയും നേരം ടോർച്ച് കിട്ടുമോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി ഗൈസ്, ഇനി ഞാൻ പേടിക്കൂല. ഞാൻ കട്ടയ്ക്ക് നിൽക്കുന്നു. അയ്യോ കട്ടയ്ക്ക് നിൽക്കാൻ വഴി കിട്ടണ്ടേ. ആ ഓക്കെ, ലിവർ ഞാൻ കണ്ടു, ലിവർ വലിച്ചായിരുന്നു ഒരെണ്ണം. അയ്യോ പോയാ. അയ്യോ തിരിച്ചു പോടാ. അയ്യോ തിരിച്ചു പോടാ. ഓ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഓക്കെ, എറണാകുള മൂദേവി സ്പോട്ടഡ്. ഇപ്പുറത്തുനിന്ന് വരും. ഓക്കേ, എവിടെ ലിവറേ? 1 2 കൺട്രോൾ ക്രൗച്ച്. ഓടിക്കോടോ. എഴുന്നേറ്റു, തീയിട്ടു. 1 ലിവർ അടിച്ചു, 2 ലിവർ അടിച്ചു, എടുത്തു. ചാവോ ചാവടി. ഓ മാധവൻ ഗൈസ്, നമ്മള് അവൾ ഇറങ്ങണ്. ബോംബ് കൊണ്ടു ചാവടി പണ്ടാരക്കാലി. നിന്റെ അച്ഛന്റെ ഉച്ചി ഇത്രയും നേരം പേടിപ്പിച്ച് അവളുടെ സാരി കത്തിക്കണ, അവളുടെ മുടി കത്തിത്തീരട്ട് പുല്ല്. സുഹൃത്തുക്കളെ തീർന്നില്ലേ ഇത്? ഫൈൻഡ് യുവർ വൈഫ്. ഓ ഇനി ആ എറണാകുളം അവിടെ പോയി കിടക്കണം. ഈശ്വരാ ഗൈസ്, പൊണ്ടാട്ടിയെ കണ്ടുപിടിക്കണമല്ലോ ഇനി. ഈ റൂമിൻ്റെ അകത്തല്ലോ ആണോ? നീ എന്തിനാ എന്നെ തീർക്കുന്ന? നിന്നെ തീർത്തല്ല ഇപ്പം ഞാൻ. അതാണ് ഹീറോയിസം ഗൈസ്, ശരിയാണ്. ഞാൻ എന്തിനെ കണ്ടുപിടിക്കണം? ഇത്രയും കഷ്ടപ്പെട്ട് പ്രേതത്തിന്റെ അള്ളലും മാന്തലും വാങ്ങി പേടിച്ച് തൂറിയിരിക്കണ എന്നെ കണ്ടുപിടിക്കാൻ അവള് വരട്ടെ.
അയ്യോ ലൈറ്റ് തീർന്നു, ലൈറ്റ് തീർന്നു, സമാനായടി. ആരെങ്കിലും ഒന്ന് പറഞ്ഞതാടാ. ഓ തുറന്ന്, എന്തോ തുറന്ന്. എന്തിരേ ഗൈസ്, ഞാനേ ഒരു ടോർച്ച് എടുത്തോണ്ട് ഒന്നുകൂടെ വരട്ടാ. ഇത് എനിക്കൊന്ന് ഡോർ കാണാൻ പറ്റണ്ടേ? ഇന്ദിര എവിടെ? ഇന്ദിര ഈ മൂദേവിക്ക് വേണ്ടിയാണോ നീ ഇത്രയും കഷ്ടപ്പെട്ടത്? നീ സാരി ഉടുത്ത് ഇവിടെ വന്നിരുന്ന് ഒലത്തുമായിരുന്നോടി. ഇതെന്ത്? എനിക്ക് പോളിയോ ബാധിച്ച കൈകൾ. മാർക്കറ്റിംഗ് ലീഡ് അശ്വിൻ PV. എടാ വെള്ളത്തിൽ ചവിട്ടി താക്കടാ അവളെ, അവിടെ വെള്ളത്തിൽ ചവിട്ടി താക്ക്. അവളെ ജീവിക്കാൻ അർഹിക്കുന്നില്ല. 2 കൈകൾ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ഇത് തീർന്നില്ലേ? ഇത് തീർന്നില്ലേ? നിങ്ങൾ കണ്ടായിരുന്നോ അത്? എന്റെ പൊന്നളിയാ. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഗെയിം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് കളിക്കും. എന്തായാലും നമ്മൾ യക്ഷിയ നമ്മൾ ഹോമകുണ്ടത്തിൽ കൊണ്ടിട്ട് കത്തിച്ചത് കൊണ്ട് ഇനി ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമ്മൾ വി ആർ പെർഫെക്റ്റ്ലി സേഫ് എന്ന് പറഞ്ഞാൽ ഹൊറർ ജോണറിലുള്ള എൻ്റെ ആദ്യത്തെ ഒരു ഗെയിമാണിത്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, പേടിച്ച് എൻ്റെ ഊപ്പാട് വന്നു. ഇനി ഞാൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഹൊറർ ഗെയിം എടുക്കുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. എനിക്ക് ഹൊറർ ഗെയിം എടുക്കുന്നതിനോട് ഞാൻ പേടിക്കും ഗൈസ്. അതെ, ഞങ്ങൾ കുടുംബപരമായി ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ പേടിച്ച തുറികളാണ്. എന്തായാലും ഇത് ഭയങ്കര രസമായിരുന്നു ഗൈസ്. നമ്മുടെ ചാനൽ തുടങ്ങി കളിച്ച് ഫിനിഷ് ചെയ്യുന്ന ആദ്യത്തെ ഗെയിമാണ്. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ബൈ ഗൈസ്, ബൈ 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 ബൈ, സീ യു ടുമോറോ.